വചനത്തിലേക്ക് കർത്താവ് ഒരു പകൽ നേരം കൂടെ ഞങ്ങൾ അടുത്തു വരികയാണ് കർത്താവേ. അപ്പാ അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ആവശ്യമായത് എല്ലാ നന്മകളെയും നൽകിക്കൊണ്ട് കർത്താവ് ഞങ്ങളെ പോഷിപ്പിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ആത്മമനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുവാൻ, പുതുക്കം പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ, കാത്തു സൂക്ഷിക്കണമേ. കർത്താവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ അങ്ങയുടെ വചനം അയച്ചപ്പ അവരെ വിടുവിക്കണമേ. സത്യം അറിയുകയും സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യുവാൻ കർത്താവ് ഇന്ന് പകൽ നേരം ചില ജീവിതങ്ങളുടെ ഹൃദയത്തിൽ അടിഞ്ഞിരിക്കുന്ന ചില പാപത്തിന്റെ ഇരുട്ടിൽ നിന്നും കർത്താവെ പ്രിയപ്പെട്ടവർ പുറത്തു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവേ ഇന്ന് പകൽ നേരം കേൾക്കുന്നവരുടെ ജീവിതത്തിൽ സ്വർഗം ഇടപെടണമെന്ന് സ്തോത്രം ചെയ്തു കർത്താവേ. അപ്പൊ അങ്ങയുടെ മഹത്വം ഇടപെടണം, ബലപ്പെടുത്തണമേ. എല്ലാ തടസ്സങ്ങളെ മാറ്റിയപ്പോൾ വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവിന്റെ പാദപീഠത്തിൽ ഞങ്ങൾ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ ബലത്തോടെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് നാം മഹത്വം എടുക്കണം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിന്റെ നാമമഹത്വം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇന്ന് പകൽ നേരം ഇടപെട്ട ദൈവത്തിന്റെ മഹത്വത്തിനായി സ്തോത്രം, ഇടപെട്ട ദൈവത്തിന്റെ കാര്യപദ്ധതികൾക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചത് വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ ഇടയായിരുന്നത്. എന്നാൽ ഇന്ന് പകൽ നേരവും സ്തോത്രം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് പോലെ സ്വന്തം ദൈവസന്നിധിയിൽ സ്തോത്രം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചന അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുവാൻ എന്ന ദൈവ കൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. നമ്മൾ ഈ നാളുകളിൽ നമ്മൾ വളരെ ഒരുങ്ങണം. അസാധാരണമായ ഒത്തിരി പ്രശ്നങ്ങളൊക്കെയും ലോകത്തിൽ നടക്കുമ്പോൾ നമുക്കിത് അസാധാരണമല്ല, ഇത് നമുക്ക് സാധാരണമാണ്. നമ്മളിത് മുമ്പേ കേട്ടിട്ടുണ്ട്, ഇതൊക്കെ സംഭവിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കാർക്കും ഒരു ഞെട്ടലില്ല. കാരണം ഇത് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുന്നതിന് മുമ്പ് നാം ഒരുക്കപ്പെട്ടവരായി ദൈവരാജ്യം നമ്മൾ സ്തോത്രം ഹല്ലേലൂയ പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസ്ഥ സ്തോത്രത്തോടെ നമുക്കായിരിക്കാം. ഇന്ന് പകൽ നേരത്തെ ചിന്തയ്ക്കായിട്ട് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. എഫേസ്യ ലേഖനം എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ലഭിച്ചവർക്കൊന്ന് എടുത്ത് വായിക്കാം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറയുക പോലും അരുത്. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, ഒട്ടച്ചൊൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രം അത്രയേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഈ വചനങ്ങൾ പൗലോസ് ലേഖനമായി എഴുതി അയക്കുമ്പോൾ എഫെസോസിലെ വിശുദ്ധന്മാർക്കാണ് ഇത് എഴുതുന്നത്. വിശുദ്ധന്മാർ കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട് സ്തോത്രം രക്ഷയുടെ അനുഭവത്തിൽ വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്തോത്രം ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ അനുസരിച്ച് തൻ്റെ ജഡസ്വഭാവങ്ങളെയെല്ലാം ദിനംതോറും ജയിച്ച് സ്തോത്രം കർത്താവിൻ്റെ പ്രത്യാശയിൽ വളർച്ച പ്രാപിക്കുവാൻ വിശ്വാസത്തിലും സ്നേഹത്തിലും സ്തോത്രം അതുപോലെ പ്രത്യാശയിലും വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിൽ മൂന്നിലും സഭയിൽ സ്തോത്രം ഒരു വിശുദ്ധൻ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. വളർച്ച നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും, അല്ലേ? അതായത് രക്ഷയ്ക്ക് ത്രികാലങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടപ്പോൾ നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് വരെയും നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അനുദിനം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ നമ്മൾ തികഞ്ഞു വരുമ്പോൾ നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി രക്ഷിക്കപ്പെടും. അതായത് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരത്തോടുകൂടെ നാം ക്രിസ്തുയേശുവിനോടുകൂടെ നമ്മൾ കർത്താവിന്റെ രാജ്യത്തിൽ എടുക്കപ്പെടും. നമ്മൾ ദൂതതുല്യരായി തീരുകയും ചെയ്യും.
കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഖപ്രകാശം നമ്മുടെ മുഖത്തിൽ പ്രതിബിംബിക്കുന്ന ഒരു സ്തോത്രം തേജസ്സുള്ള ശരീരം നമ്മൾ പ്രാപിക്കുമെന്നുള്ള വലിയ പ്രത്യാശയാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ എഫെസോസ് സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഈ ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട പരമപ്രധാനമായ ഘടകം വിശുദ്ധീകരണമാണ്. ഇന്ന് നടക്കേണ്ടത് വിശുദ്ധീകരണമാണ്. ഈ വിശുദ്ധീകരണം നമ്മളിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം വചനപ്രകാരം നമ്മളുടെ ജഡത്തെ നാം ജയിച്ചേ മതിയാകത്തുള്ളൂ. നമ്മൾ സ്വന്തം നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടു, പക്ഷെ ശരീരം വീണ്ടെടുക്കപ്പെട്ടില്ല. സ്നാനത്തോടുകൂടെ പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടെ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ സ്വന്തം നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കുകയാണ്. നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ആത്മാവിൽ ആരാധിക്കുവാൻ, വചനം കേൾക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഉത്സാഹിക്കുന്നതിന് കാര്യം നമ്മുടെ അകത്ത് ഒരു വലിയ ഒരു പ്രക്രിയ നടന്നിട്ടുണ്ട്. ആ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിച്ചു. ആത്മാവിൽ നാം വീണ്ടും ജനിച്ചവരായി തീർന്നു. പക്ഷെ നമ്മുടെ പുറത്തെ ശരീരത്തിന് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ശരീരം ലോകപ്രകാരം തന്നെ പ്രായത്തിനൊത്തവണ്ണം വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മമനുഷ്യൻ വീണ്ടും ജനിച്ചത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ നമ്മൾ റെഡിയാകുന്നത്, വചനം കേൾക്കുവാൻ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയായി സൂക്ഷിക്കുവാനൊക്കെ തയ്യാറാകുന്നതിന്റെ പരമപ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചു. ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് സ്വതം നമ്മൾ കാത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ സ്വതം കർത്താവിന്റെ വരവോ അല്ലെങ്കിൽ നമ്മുടെ മരണമോ ആണ്. അപ്പോൾ മരണത്തിങ്കലാണെങ്കിൽ നാം അടക്കപ്പെടും, കാഹളനാദത്തിങ്കൽ നാം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അല്ല, യേശു ക്രിസ്തുവിന്റെ വരവെങ്കിൽ നമ്മൾ ജീവനോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ സ്വതം രൂപാന്തരപ്പെടും. മരിച്ചവർ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും സംഭവിക്കുമ്പോൾ സ്വതം ജീവിച്ചിരിക്കുന്നവരും ഗ്ലോറിഫൈ ചെയ്യുന്നു, മരിച്ചവരും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവരും ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അപ്പോൾ മനസ്സിലാക്കണം, ഈ ഭാഗ്യകരമായ പ്രത്യാശയാണ് നമ്മളെ നടത്തേണ്ടത്. നമ്മൾ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മളുടെ ആയുസ് കൊണ്ട് അവസാനിക്കുന്നതല്ല, മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല. ക്രിസ്തുയേശുവിലെ വിശ്വാസം എന്ന് പറയുന്നത്, വിശ്വാസത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് നാം തേജസ്സുള്ള ശരീരം പ്രാപിച്ച് നമ്മൾ ആരെ ശരണപ്പെട്ടിരിക്കുന്നു അവനോടുകൂടെ യുഗായുഗം വാഴുമെന്നുള്ള വലിയ പ്രത്യാശയാണ് വിശ്വാസ ജീവിതത്തിന്റെ, ക്രിസ്തു വിശ്വാസത്തിന്റെ അടിസ്ഥാന ആധാരം എന്ന് പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തു അവൻ ജീവിച്ചിരിക്കാൻ ഞാനും ജീവിക്കുകയാണ്. അവൻ ഇരിക്കുന്നിടത്ത് നമ്മയും ഇരുത്തുവാനായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് നമുക്ക് വേണ്ടി പോയിരിക്കുന്നത്. അവൻ പോയി നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയാൽ അവൻ മടങ്ങി വരും. പുത്രൻ പോകുവാൻ പിതാവ് കൽപ്പിക്കുമ്പോൾ പുത്രൻ പോകുകയും നമ്മളെ ചേർക്കുകയും നമ്മളെ പിതാവിന്റെ ഭവനത്തിൽ ചേർക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നിത്യമായ ഭവനം ഈ ലോകത്തിലല്ല, നമ്മുടെ നിത്യമായ ഭവനം സ്വന്തം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവ രാജ്യത്തിലാണ്, സ്വന്തം സ്വർഗീയ യെരൂശലേമിലാണ്, കർത്താവിൻ വസിക്കുന്ന സ്വന്തം ദൈവത്തിന്റെ പർവ്വതമാകുന്ന സ്വർഗീയ സിയോനിലാണ്. അപ്പോൾ നമ്മൾ സ്വർഗീയ സിയോൻ പ്രത്യാശിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ പലതും ചെയ്യാതിരിക്കുമ്പോൾ ലോകത്തിലുള്ളവർ ചോദിച്ചേക്കാം, നീ എന്നാ ലോകപ്രകാരം അധ്വാനിക്കാത്ത, ലോകപ്രകാരം സമ്പാദിക്കാത്ത, ലോകപ്രകാരം പോകാത്തെന്ന് ചോദിക്കുമ്പോൾ അതിനൊറ്റ കാര്യമുള്ളൂ, നമുക്കുള്ളത് മതിയെന്ന് വെക്കുന്നു. കാരണം എന്നാ, നമുക്ക് നിലനിൽക്കുന്ന ഒരു രാജ്യമുണ്ട്. നമ്മൾ എത്ര നല്ല പണികൾ ഇവിടെ വെച്ചാലും, എത്ര നല്ല വീട് പണിതാലും, എത്ര നല്ല കാര്യങ്ങൾ നമ്മളിവിടെ നേടിയെന്ന് വന്നാലും മനസ്സിലാക്കി ഇതെല്ലാം നമ്മുടെ മുമ്പിൽ നിന്ന് തകർന്നു പോകുന്ന കാലഘട്ടം വളരെ അതിക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി അതിന്റെ ലക്ഷണം കാണിക്കുന്നു, സ്വന്തം ജാതി മനുഷ്യർ അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു, രാജ്യങ്ങളും രാജാക്കന്മാരും അതിന്റെ അവസ്ഥകൾ കാണിക്കുന്നു. എന്തു മനസ്സിലായി? നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്, നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ സമ്പാദിക്കുവാനല്ല, ബുദ്ധിയുള്ളവനാണെങ്കിൽ അളവിയ സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകേണ്ടതിന്, നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ ഇരിക്കേണ്ടതിന്, അതിന് യോഗ്യമായ നിലവാരത്തിൽ നമ്മൾ ഇന്ന് പകൽ നേരെ കർത്താവിനോട് നിലനിൽക്കുവാൻ ഇടയായി തീരണം. അളവിയ അങ്ങനെ വലിയൊരു പ്രത്യാശ നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കർത്താവ് നമ്മളെ പണിതുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ദിവസങ്ങളിൽ, നാളുകളിൽ നമ്മൾ പണിയപ്പെടുമ്പോൾ നമ്മൾ തെറ്റിപ്പോകാതിരിക്കുവാൻ സ്വന്തം നമ്മുടെ പണി ഏത് വിധത്തിലാണ്, നമ്മുടെ ഒരുക്കം ഏത് വിധത്തിലാണെന്നുള്ളതിന്റെ പ്രസക്തി വളരെയേറെയാണ്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.
ഹല്ലേലൂയ. വചനത്തിലേക്ക് മടങ്ങി വരണം. ദൈവവചനത്തിലെ സത്യത്തിലേക്ക് മടങ്ങി വരണം. ദൈവവചനം എന്ത് അനുശാസിക്കുന്നോ അത് നമ്മൾ അനുസരിക്കുവാനോ അത് ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും നമ്മൾ റെഡിയാണെങ്കിൽ മാത്രമാ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും അടുത്തു വരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. പൗലോസ് വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ കണ്ടു. ഹല്ലേലൂയ. ശരീരത്തോടു കൂടി അല്ലയോ എന്ന് അറിയുന്നില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ട് താൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. മേഘമണ്ഡലം 1-ാം സ്വർഗം, ദൂതമണ്ഡലം 2-ാം സ്വർഗം, ദൈവത്തിന്റെ ഹല്ലേലൂയ സിംഹാസനം 3-ാം സ്വർഗവും സ്വർഗാദി സ്വർഗവും, അങ്ങനെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു പൗലോസ്. അവിടെ കണ്ട ആ തേജസ്സേറിയ കാഴ്ചകളും അവിടുന്ന് കേട്ട അതിമഹത്തായ കേൾവികളെല്ലാം തന്നെ അതിശയപ്പെടുത്തി. അപ്പോൾ താൻ തിരിച്ചു മടങ്ങി വന്നപ്പോൾ താൻ ദർശനമുള്ളവനായി താൻ ആ ദർശന പ്രകാരമാണ് പിന്നീട് തന്റെ ശുശ്രൂഷകൾ നിലനിന്നത്. ശുശ്രൂഷകൾ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വെളിപ്പാടിൽ മാത്രമാ ആത്മീക ശുശ്രൂഷകൾ നിലനിൽക്കത്തുള്ളൂ. നമ്മൾ തേജസ്സുള്ളത് കണ്ടെങ്കിൽ മാത്രമാ നമുക്ക് ദൈവസന്നിധി നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ പൗലോസിനെ ദൈവം അങ്ങനെ പണിത് ഉറപ്പിക്കുമ്പോൾ നാം ആരാണെന്നുള്ള അവബോധം നമുക്ക് വരണം. ലേഖനങ്ങളെല്ലാം, പൗലോസിന്റെ ലേഖനങ്ങളെല്ലാം ദൈവജനത്തെ അവരെ തിരിച്ചറിവിന്റെ വഴിയിലേക്ക് തിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലേഖനങ്ങളുടെ ഉദ്ദേശം. തിരിച്ചറിവിലേക്ക് കൊണ്ടുവരുക. നാം ആരാണെന്ന് തിരിച്ചറിയണം. നമ്മൾ ഇരിക്കുന്നവൻ ആരാണെന്ന് തിരിച്ചറിയണം. ഞാനിന്ന് നമ്മൾ ആരാധിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, പലപ്പോഴും നമ്മൾ ഇന്ന് അധ്വാനം, നമ്മൾ ഭാരങ്ങൾ നിന്ന് ചുമന്നു നടക്കുന്നതിന് ഒറ്റ കാരണമുള്ള എന്താ? നമ്മൾ കർത്താവിലേക്ക് വന്നിട്ടില്ല. ആരെങ്കിലും ക്രിസ്തുവിൽ വന്നിട്ട് ഇന്നും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ, ക്രിസ്തുവിലേക്ക് വാ, ക്രിസ്തുവിലേക്ക് വാ. നമുക്ക് പലപ്പോഴും കർത്താവിനെ ഭരമേൽപ്പിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിക്കാൻ നമ്മൾ റെഡിയാകണം. അവിടെയാണ് വിജയം ഇരിക്കുന്നത്. നമ്മൾ അവനെ വിശ്വസിച്ച് അവന്റെ കരത്തിൽ നമ്മുടെ ഭാരങ്ങളെ ഏൽപ്പിക്കണം. കർത്താവ് നടത്തും. കർത്താവിന് പദ്ധതിയുണ്ട് നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മുടെ ഭാവിയെ കുറിച്ച് അവന് ആലോചനയുണ്ട്. അത് കർത്താവ് നടത്താൻ തയ്യാറാകും. എന്റെ പ്ലാൻ പോലെയല്ല, എന്റെ ആഗ്രഹം പോലെയല്ല. ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാൻ പോയാൽ, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തു തന്നു കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസക്തി ഇല്ലാതാകും. അപ്പോൾ ചോദിക്കുന്ന, അപ്പോൾ ദൈവം നമുക്ക് ദോഷമാണോ തരുന്നത്? ഒരിക്കലുമല്ല. ദൈവം ശ്രേഷ്ഠമായതേ തരത്തുള്ളൂ. ദൈവം ശ്രേഷ്ഠമായത് തരത്തുള്ളൂ. ശ്രേഷ്ഠമായ പദ്ധതികളെ നടത്തത്തുള്ളൂ. കർത്താവിന്റെ പദ്ധതി എപ്പോഴും ഉന്നതം മാത്രമാണ്. നാം കാണുന്നതിനപ്പുറമായുള്ള കാര്യങ്ങളെ ദൈവം ഒരുക്കി വെക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസം നമ്മെ ആ മഹത്വത്തിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവസന്നിധി വിശ്വസിച്ച് ഭരമേൽപ്പിക്കണം. കർത്താവിന്റെ കരത്തിലേക്ക് നമ്മുടെ ഭാവി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ജീവിതം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളെ പണിയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. പലപ്പോഴും വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ അനേകരുടെ ജീവിതത്തിലെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, പലപ്പോഴും ദൈവകരത്തിൽ ഏൽപ്പിച്ചിട്ട് സ്തോത്രം ഏൽപ്പിച്ചു കൊടുക്കും. എന്നിട്ട് കർത്താവ് പറയും, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച് നടന്നില്ലല്ലോ കർത്താവേ, നടന്നില്ലല്ലോ കർത്താവേ എന്ന്. അതിനർത്ഥം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലെന്നാണ്. ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ പൂർണ്ണമായി നമ്മൾ വിശ്വസിക്കണം, എന്റെ കർത്താവിന്റെ കരത്തിലാണ് എന്റെ ഭാവി ഇരിക്കുന്നതെങ്കിൽ, സ്തോത്രം, എന്റെ കർത്താവിന്റെ കരത്തിലാണ് എന്റെ തലമുറയുടെ കാര്യം ഇരിക്കുന്നെങ്കിൽ, ഇത് എന്റെ കർത്താവിന് ഇതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കർത്താവ് അത് ശ്രേഷ്ഠമായിട്ട് നടത്തും. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല. നമ്മൾ ഇന്ന് പകൽ നേരം നമ്മൾ ഗ്രഹിക്കണം, തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിന് നമ്മെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച് എല്ലാം ഒരു പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ വായിച്ച എഫേസ്യ ലേഖനത്തിന്റെ അകത്ത് 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ, സ്തോത്രം, പൗലോസ് വ്യക്തമായി ദൈവസഭയോട് പറയുകയാണ്. സ്തോത്രം. അതായത് നിങ്ങൾ ജീവിക്കുന്നത് എഫസോസിലെ വിശുദ്ധന്മാർ ജീവിക്കുന്ന എഫസോസിലാണ്, അല്ലെ? എഫസോസിലാണ് ഏറ്റവും വലിയ ക്ഷേത്രം ഉള്ളത്, അല്ലെ? എഫസോസിന്റെ സംസ്കാരം മറ്റൊന്നാണ്. അപ്പൊ ആ സംസ്കാരം, അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്ന ഓരോ വിശുദ്ധനും വളരെ സൂക്ഷിക്കേണ്ടത് എന്താണെന്നറിയാവോ? ഒരിക്കൽ പോലും ഇനി എഫസോസിന്റെ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകരുത്. എഫസോസിന്റെ സംസ്കാരത്തിലേക്ക് മടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. കാരണം എന്നാ? ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. കാര്യം ഈ ലോകം ഇതിന്റെ രൂപം ഒഴിഞ്ഞു പോകുകയാണ്. അതുകൊണ്ട് എഫസോസിന്റെ സംസ്കാരത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ അവിടെ നിന്ന് പോരാടുന്ന ശക്തികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യരല്ല.
മനസ്സിലാക്കണം, മനുഷ്യരല്ല, ഒരിക്കലും മനുഷ്യരല്ല. മനുഷ്യർ ഒരു പക്ഷേ മടങ്ങി വരുവാൻ ആഹ്വാനം കൊണ്ടോ ഭീഷണി കൊണ്ടോ വെല്ലുവിളികൾ കൊണ്ടൊക്കെയും അവിടുന്ന് നമ്മുടെ നേർക്ക് എഴുന്നേൽപ്പിച്ചെന്ന് വന്നാലും അവിടെ ഇരിക്കുന്ന പൈശാചിക ശക്തിക്ക് വീണ്ടും ഇതിൽ നിന്ന് മോചനം പ്രാപിച്ചു പോയ ജനത്തെ വീണ്ടും ബന്ധിച്ച് അവരുടെ ആധിപത്യത്തിൽ ഇടണമെന്നുള്ള പദ്ധതി പിശാചിനുണ്ട്. എന്നാൽ ആ പദ്ധതികളെ അറുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വചനത്തിലേക്ക് മടങ്ങി വന്നാലേ അത് സാധിക്കത്തുള്ളൂ. ദൈവ വചനപ്രകാരം പോരാടിയെങ്കിൽ മാത്രമേ ദുഷ്ടശക്തികളോട് നമുക്ക് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. സാത്താന്റെ അജണ്ട എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ എവിടെ നിന്ന്, ഈജിപ്തിൽ നിന്ന് ദൈവജനം പുറപ്പെട്ടു, അവരെ വീണ്ടും ഈജിപ്തിൽ തളയ്ക്കുക. ഇതാണ് സാത്താന്റെ അജണ്ട. എപ്പോഴും എവിടെ നിന്ന് നമ്മൾ മോചനം പ്രാപിച്ചോ അവിടെ വീണ്ടും നമ്മളെ തളയ്ക്കുവാൻ, അവിടെ നമ്മളെ അടിമപ്പെടുത്തുവാനാണ് പിശാച് കടന്നു വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ജീവന്റെ വചനം നമുക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച വിഷയം ഇതായിരുന്നു. നമുക്ക് കൃപാവരങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. കൃപാവരങ്ങൾ വളരെ പ്രാധാന്യമുണ്ട്. വിഗ്രഹപരിചയ നിമിത്തം ആളുകൾ ഒരു മനുഷ്യന് ദൈവത്തെ അനുഭവിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ കൃപാവരങ്ങൾ ഒരുവനിൽ ഇരിക്കുമ്പോൾ ജീവനുള്ള ദൈവം അവന് വരങ്ങളെ കൊടുത്തിരിക്കുന്നു. എന്തിന്? അവന്റെ ഉള്ളത്തോട് പോരാടുന്ന പോരിന്റെ ശക്തികളെ ജയിക്കുവാൻ ദൈവം തന്നെ കൃപാവരങ്ങൾ ഒരുവന്റെ മേൽ പകരുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ കൃപാവരങ്ങൾ നമുക്കിന്ന് മസ്റ്റാണ്. ഓരോ വ്യക്തികളും ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ലെവലിലേക്ക് ഓരോ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട സ്ഥാനാർത്ഥിയും സ്തോത്രം ഈ കൃപകളെ പ്രാപിച്ചിരിക്കണം. പ്രവചിക്കണം, കൃപാവരങ്ങൾ വേണം, രോഗശാന്തി ശുശ്രൂഷ വേണം, വെളിപ്പാട് വേണം. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അനവധി കൃപാവരങ്ങൾ നമുക്കിന്ന് ആവശ്യമാണ്. സഭയ്ക്ക് ആവശ്യമാണ്, ഓരോ വ്യക്തിക്കും ആവശ്യമാണ്. കാര്യം ആത്മാവാകുന്ന ദൈവം നമുക്കുടയവനായ സ്വർഗത്തിലുണ്ട്. അവന്റെ വരങ്ങൾ ആത്മീകമാകിയാൽ അത് എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ അറിയുമ്പോഴൊക്കെയും എന്റെ രക്ഷകൻ സ്വർഗത്തിലുണ്ടെന്ന് അതിന് മുദ്രയായി തീരുകയാണ്. നമ്മോട് പോരാടുന്ന, വേണ്ട നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് പോരാടുന്ന, കൂട്ടുവിശ്വാസിയോട് പോരാടുന്ന, ദൈവവേലയിലായിരിക്കുന്നത് ദൈവവൃത്യന്മാരെന്നും ശത്രുവാകുന്ന പിശാച് പലവിധമായ ദുഷ്ടലാക്കോടുകൂടെ പലവിധ ആളുകൾ ഒളിയമ്പുകൾ അവർക്ക് നേരെ എഴുന്നേൽക്കുമ്പോഴും ആത്മശക്തി പ്രാപിച്ച ദൈവവൈതൽ ചെന്ന് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അതിൽ നിന്ന് വിടുതലാക്കണം. ഇങ്ങനെ വലിയൊരു ശുശ്രൂഷയാണ് ആയിരിക്കുന്നത്. ഒരുവൻ കഷ്ടപ്പെടുമ്പോൾ, ദൈവവൈതൽ കഷ്ടപ്പെടുമ്പോൾ അവനോടുകൂടെ പോയിരുന്നു പ്രാർത്ഥിച്ച് അവൻ അനുഭവിക്കുന്ന ആത്മീക പോരാട്ടത്തിൽ നിന്ന് അവനെ വിടുവിച്ചെടുക്കുവാൻ ദൈവം തന്റെ കൃപകളെ പകർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സാത്താൻ എന്നറിയാം, അനേകർ കൃപകളെ പ്രാപിച്ചു, വരങ്ങളെ പ്രാപിച്ചു ബലപ്പെട്ടാൽ സാത്താന്റെ അജണ്ട നടക്കത്തില്ല. ഭിന്നത ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ വരങ്ങളില്ലാതായാൽ ആ ഭിന്നത നടക്കത്തുള്ളൂ. വരങ്ങളിൽ നിലനിന്നാൽ ഭിന്നത നടക്കത്തില്ല. ചേരുതിരിവുകൾ നടക്കത്തില്ല. പലവിധ സ്തോത്രം പലവിധമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്ക് തിരിയുന്ന അവസ്ഥകളൊക്കെ വിട്ടിട്ട് ക്രിസ്തുവിൽ ഒന്നായി തീരണം. എന്നാൽ മനസ്സിലാക്കുക, ക്രിസ്തുവിൽ ഒന്നാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃപ പ്രാപിച്ചെങ്കിലേ അത് സാധിക്കത്തുള്ളൂ. സാത്താൻ അതിനെന്ത് ചെയ്യും? കൃപാവരങ്ങളെ കുറിച്ച് തെറ്റായ വ്യാഖ്യാനങ്ങൾ, തെറ്റായ അറിവുകൾ, അതിനുവേണ്ടി ചില വ്യക്തികളെ എഴുന്നേൽപ്പിക്കും. മനസ്സിലാക്കണം, സാത്താന്റെ തന്ത്രമാണത്. കാര്യം ജനം പൈശാചിക ബന്ധനങ്ങളിൽ കഷ്ടപ്പെടുമ്പോൾ അവർ അനുഭവിക്കുന്ന കഷ്ടങ്ങളെ പുറത്തു പറയുവാൻ കഴിയാത്ത നിലവാരത്തിൽ അഭിമാനികളാക്കി സാത്താൻ വെക്കും. പിടികിട്ടിയോ? ഹല്ലേലൂയ. ചിലരെ അഭിമാനികളാക്കി വെക്കും. എന്താ? ഞാനൊരു പൈശാചിക പോരാട്ടത്തിൽ വീഴപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഞാനെനിക്ക് പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃപാവരമില്ലാത്തൊരു ദൈവദാസനാണ് കേൾക്കുന്നെങ്കിൽ നിനക്ക് വേറെ വഴിയൊന്നുമില്ലേ, പ്രാർത്ഥിച്ചാൽ പോരെ, പൊക്കോളൂല്ലേ എന്ന് നിസാരവൽക്കരിക്കും. പക്ഷേ ആത്മാവിന്റെ കൃപ പ്രാപിച്ചവന് മാത്രമാ ഈ പോരാട്ടത്തിന്റെ യഥാർത്ഥ ലെവൽ അറിയത്തുള്ളൂ. അപ്പോൾ മനസ്സിലാക്കണം, അനേക ദൈവദാസന്മാർ കൃപാവരങ്ങളെ അലക്ഷ്യമാക്കി ചിന്തിക്കുകയും പ്രസംഗിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നടക്കുന്ന ദൂഷ്യം എന്താണെന്നറിയാമോ? ജനം അധികമായി ബന്ധിക്കപ്പെടും, അനേകർ ഭാരപ്പെടും, ക്ലേശിക്കും. സ്തോത്രം. മനസ്സിലാക്കണം, ഇതൊരു മതമാക്കി തീർക്കുവാൻ സാത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഇത് മാർഗത്തിന്റെ അനുഭവം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കൃപാവരങ്ങൾ ഇതിന്റെ നടുവിൽ ജ്വലിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. കൃപാവരങ്ങൾ ജ്വലിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. ഹല്ലേലൂയ. അനേകർ ക്ലേശിക്കുക, ഭാരപ്പെടുക, അവർക്കറിയത്തില്ല. ഹല്ലേലൂയ. അവരനുഭവിക്കുന്ന ചില പ്രയാസങ്ങളുടെ നടുവിൽ നിന്ന് ഓവർകം ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല. കാരണം എന്താ? സ്തോത്രം. കർത്താവ് വരങ്ങളെ കൊടുക്കുവാൻ കർത്താവ് പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ വരങ്ങളെ കുറിച്ചെല്ലാം തെറ്റായ ദിശയിലാണ് കാര്യങ്ങൾ കേട്ടിരിക്കുന്നത്.
ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം, ഹല്ലേലൂയ, ഒരു മതം മാത്രമായി ഇത് ഒതുങ്ങണം. ഇത് സാത്താന്റെ അജണ്ടയാണ്. പെന്തക്കോസ്ത് ഒരു മതം മാത്രമായിട്ട് ഒതുങ്ങണം. ഇത് സാത്താന്റെ അജണ്ടയാണിത്. എന്നാൽ ഇത് മാർഗത്തിന്റെ അനുഭവമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളെയും നടത്തണം. അല്ലെങ്കിൽ ഒരു ദേശത്തെ കുറിച്ച് ദൈവാത്മാവിന്റെ ആലോചന, അല്ലെങ്കിൽ അവിടെ കൃപ പ്രാപിച്ചിരിക്കുന്ന ഓരോരുത്തരും അറിയുവാൻ ഇടയായിത്തീരണം. ദൈവശബ്ദം നേരിട്ട് കേൾക്കുവാൻ ഇടയായിത്തീരണം. ഹല്ലേലൂയ. മതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? നടത്തുന്ന പുരോഹിതൻ മാത്രം ജനത്തെ നടത്തണം. എല്ലാ കാര്യവും പുരോഹിതനിലൂടെ മാത്രം നടക്കണം. ജനത്തിന് ദൈവമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഇതാണ് മതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷെ മാർഗത്തിന്റെ അനുഭവം അതല്ല. ദൈവത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടവർ അവർ ഒരുമിച്ച് ഒന്നായി തീരുന്നു. അവർ ദൈവത്തിന്റെ കൃപയിലായിരിക്കുന്നു. ഇതാണ് മാർഗത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ക്രിസ്തു മാർഗമാണ്, ക്രിസ്തു മതമല്ല. മതങ്ങളിൽ വിഗ്രഹങ്ങളുണ്ട്, മറ്റ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കുന്ന കാര്യമുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല മാർഗം എന്ന് പറയുന്നത്. ഞാൻ സേവിക്കുന്ന ദൈവത്തെ എനിക്ക് നേരിട്ടറിയാം. ഞാൻ സേവിക്കുന്ന ദൈവത്തെ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഞാൻ സേവിക്കുന്ന ദൈവത്തെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. എന്നെ നടത്തുന്നവൻ ഞാൻ സേവിക്കുന്ന ദൈവമാണ്. അവൻ എന്നോട് കൂടെയുണ്ട്. മറ്റൊരു വ്യക്തി എനിക്കിതിൽ ആവശ്യമില്ല. അപ്പോൾ തന്നെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, സുവിശേഷകർ, ഇങ്ങനെ 5 വിധ ശുശ്രൂഷകളുണ്ട്. അവർ ആരായിരിക്കണം? ഈ കൃപാവരങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നവരായിരിക്കണം. അവരിതിനെ വിവേചിക്കാൻ കഴിവുള്ളവരായിരിക്കണം. ഓരോ വരങ്ങളും ഏതെന്ന് കൃത്യമായി ഡിസൈൻ ചെയ്യാൻ, വിവേചിച്ച് മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലാതെ ഒരു ബൈബിൾ കോളേജിൽ നിന്ന് കിട്ടിയ MDിന്റെയോ BTHന്റെയോ MTHന്റെയോ സർട്ടിഫിക്കറ്റ് കൊണ്ട് നീട്ടിയിട്ട് എനിക്ക് ഇന്ന സഭ വരണമെന്ന് പറഞ്ഞ് കേറുന്നെല്ലാം മതമാണ്. മനസ്സിലാവുന്നുണ്ടോ? മാർഗം അങ്ങനെയല്ല. ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയും, പരിശുദ്ധാത്മാവ് പറയും, നീ പോവ്, നീ ചെയ്യ. സ്തോത്രം. ഇവിടെ പറയുമ്പോൾ മറ്റൊരു വിഷയം കയറി വരുന്നു. നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. മാർഗം എന്താണ് നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 10-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കർത്താവ് ഒരു പ്രോഗ്രാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നോക്കണം. നമ്മൾ കാണുന്നത് പോലെയാണോ? അല്ല, സർട്ടിഫിക്കറ്റ് കൊണ്ട് വരുന്നവൻ ഒരു സഭ കൊടുത്തു വിടുന്ന അങ്ങനത്തെ പരിപാടിയല്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കാൻ പോവുകയാണ്. ദൈവം, ഞാൻ പറയട്ടെ, മാർഗത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? പ്ലാൻ അല്ല സ്വർഗത്തിൻ്റെതാ. നമുക്ക് പ്ലാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൃപയിലിരിക്കണം. നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ അയക്കുന്നിടത്ത് പോകണം. ഇതാണ് മാർഗത്തിന്റെ ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അപ്പോ കാര്യങ്ങൾ സ്വർഗം തീരുമാനിച്ച് നമ്മളോട് പറയും. മനസ്സിലാകുന്നുണ്ട്? ഇതിൻ്റെ അകത്ത് എൻ്റെ സ്വയം കാണല്, ഇതിൻ്റെ അകത്ത് എൻ്റെ വ്യക്തി താല്പര്യം കാണരുത്, എൻ്റെ സ്വപ്നങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കൊണ്ട് ചേർക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് തരുന്നത് മാത്രമേ അറിയിക്കാവുള്ളൂ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പത്രോസ്, സ്തോത്രം, അവിടെ 10-ാം അധ്യായം നോക്കുമ്പോൾ താനൊരു ദർശനം കാണുകയാണ്. ശ്രദ്ധിക്കണം. ദൈവം ഒരു പദ്ധതി ആരംഭിക്കുമ്പോൾ ഉടനെ അങ്ങ് പൊക്കോ എന്ന് പറഞ്ഞ് വിടുകയല്ല ദൈവം ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇടപെടുന്ന വിഷയത്തെ ദൈവം നമ്മളെ പഠിപ്പിക്കും. മനസ്സിലായി? ഇത് ആത്മാവിലുള്ള കാര്യമാണ്. ഇത് ബൈബിൾ കോളേജിൽ പോയി കിട്ടുന്നല്ല. ഇത് ആത്മാവിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആത്മാവിൽ ദൈവം നമ്മെ ചിലത് പഠിപ്പിക്കും. ആകണമെന്നുണ്ടെങ്കിൽ ദൈവം അയക്കണം. ദൈവം പറയുന്നത് ചെയ്യണം. സ്വന്തം മനുഷ്യന്റെ വേല എന്ന് പറഞ്ഞാൽ മനുഷ്യൻ പറയണം, നീ പൊയ്ക്കോ, ഇന്നടത്ത് പോയി ചെയ്തോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ നടക്കും. ബഹുഭൂരിപക്ഷം 80% ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാതെ കിടക്കുന്നത്. ദൈവ ശബ്ദം കേട്ട് നമുക്കറിയാം. പെന്തക്കോസ്തിന്റെ ആദ്യ നാളുകളിൽ വിശ്വാസത്തിന്റെ വേല എന്ന ആദ്യമ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അങ്ങനെയായിരുന്നു. വിശ്വാസത്തിന്റെ വേല എന്നുള്ളതാ പറഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു KC മാത്യൂസ് എന്ന് പറയുന്ന അപ്പച്ചൻ, വളരെ പ്രായത്തോട് അദ്ദേഹം ദൈവസന്നിധി ചേർക്കപ്പെട്ടു. ആ അപ്പച്ചന് എൻ്റെ 1946 അങ്ങാണ്ട് ദൈവവേലക്ക് 46-ലോ 45-ലോ ആ ഒരു ടൈമിലാണ് ദൈവവേലക്ക് ഇറങ്ങുന്നത്. വളരെ പുരാതനമാണ്. വളരെ പ്രായത്തോടു കൂടി ആ ദൈവദാസൻ മരണപ്പെട്ടത്. അപ്പോൾ ആ പാസ്റ്റർ അവസാന കാലഘട്ടം ആയിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പല കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടുപോയി വിടാനൊക്കെ, വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിടാനൊക്കെ അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പല കാര്യങ്ങൾ ചോദിക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമാണ്, ആരംഭകാലത്ത് അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു.
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ ഒരു വീട്ടിൽ, ഒരു പാസ്റ്ററുടെ വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുക. അപ്പോൾ എന്നും വൈകിട്ട് കൺവെൻഷൻ പോലെ ഒരു കാത്തിരിപ്പ് യോഗം പോലെ വൈകിട്ടൊരു യോഗം നടക്കുകയാണ്. അപ്പോൾ അത് നടന്നപ്പോൾ അന്ന് പ്രസംഗിക്കാൻ വരുമെന്ന് പറഞ്ഞ ദൈവദാസനോട് വന്നിട്ടില്ല. ഉടനെ അവിടെ നിന്ന ദൈവദാസൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇന്ന് വൈകിട്ട് മാത്യൂസ് പ്രസംഗിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ അപ്പച്ചനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് അവിടെ പ്രസംഗിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ അദ്ദേഹം തന്റെ കൺവെൻഷൻ പ്രസംഗത്തിന്റെ ആരംഭ പ്രസംഗം അവിടെ നടത്തിക്കൊണ്ട് ദീർഘമായി തന്റെ ശുശ്രൂഷയുടെ തലത്തിലേക്ക് അവിടെ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞു. അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് തന്നെ നയിച്ച ദേശത്ത് ചെന്നു. അവിടെ താമസിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥനയോട് കൂടി ഇരുന്നു. അനേകയിടങ്ങളിൽ ചെന്ന് അനേകരോട് സുവിശേഷം പറഞ്ഞു. അനേകർ അവിടെ കൂട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ അവർ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ആരാധിച്ചു. അങ്ങനെ ഒരു അനുഭവമാണ്. അതപ്പോ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ശുശ്രൂഷകൾ വെളിപ്പെടണം. അങ്ങനെ വന്ന ഇടത്താണ് അത് വിജയമായി തീർന്നുള്ളൂ. നമ്മളിവിടെ ശ്രദ്ധിക്കണം, പത്രോസ് ഇവിടെ സ്തോത്രം ഇവിടെ ഇരിക്കുക. അവിടെ വായിക്കാൻ നമുക്ക് അതിന്റെ 10:1 മുതൽ വായിക്കാം. കൈസരിയിൽ ഇത്താലിയ എന്ന പട്ടണത്തിൽ പട്ടാളത്തിൽ കൊർന്നേലിയോസ് എന്നു പേരുള്ള ഒരു ശതാധിപനുണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്തു. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. പകൽ ഏകദേശം 9 മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തന്റെ അടുക്കൽ അകത്തു വരുന്നത് സ്പഷ്ടമായി കണ്ടു. തന്നോട് പറയുന്നതും കേട്ടു. അവൻ അവനെ ഉറ്റുനോക്കി എന്താവുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട് നിന്റെ പ്രാർത്ഥനയും കർമ്മവും ദൈവത്തിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശീമോനെ വരുത്തുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പരമപ്രധാനമായ കാര്യമുണ്ട്. ഈ കൊർന്നേലിയോസ് എന്ന ഇറ്റാലിയൻ റെജിമെന്റിലുള്ള ഈ വ്യക്തി ശതാധിപൻ അല്ലേ? ആ ശതാധിപനാകുന്ന വ്യക്തി ഭക്തനായിരുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിന് മറുപടി എന്ന വണ്ണം ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുമ്പോൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തിന്റെ ദൂതൻ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ഇറങ്ങുമ്പോൾ ആർക്ക് വേണ്ടിയും കൂടെ ഇറങ്ങുന്നതെന്നറിയാവോ? പത്രോസിന് വേണ്ടിയും കൂടെയാണ് ഇറങ്ങുന്നത് അവിടെ. എന്നാൽ ആ പത്രോസിന് വേണ്ടിയാണോ ഇത് ഇറങ്ങുന്നത്? പത്രോസിന് വേണ്ടി മാത്രമല്ല ഇറങ്ങുന്നത്, അവിടെ രക്ഷിക്കപ്പെടുവാനിരിക്കുന്നവർക്ക് വേണ്ടിയും കൂടെ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങുന്നത്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവിടെ രംഗപ്രവേശനം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിരിക്കുന്ന പത്രോസ് ഇവിടെ വന്ന് പ്രസംഗിക്കണം. അപ്പോൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടേണ്ട ഒരു കൂട്ടർ അപ്പുറത്ത്, സ്തോത്രം ഹാലലുയ, പ്രസംഗിക്കേണ്ട ഒരു വ്യക്തി ദൂരദേശത്ത്. ഇങ്ങനെ എല്ലാം ആയിരിക്കുമ്പോഴാണ് ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ആലോചന ഭൂമിയിലേക്ക് വരുന്നത്. മനസ്സിലാക്കണം, ഇവരാരും തമ്മിൽ കണ്ടിട്ടില്ല. അങ്ങനെയാണ് ദൈവാലോചന വെളിപ്പെടുന്നത്. ഇന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, ഒന്നും കാണാതെ ദൈവാലോചന വെളിപ്പെട്ടാൽ അത് വിശ്വസിച്ച് സ്റ്റെപ്പുകളെ വെക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന വരുമ്പോൾ അതനുസരിച്ച് പോകാൻ റെഡിയാണോ? ഹല്ലേലൂയ. ഇന്ന് എത്ര പേരുടെ അടുക്കൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരും? എത്ര പേരുടെ അടുക്കൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ പ്രാപ്തിയുള്ള എത്ര പേരുണ്ട്? മനസ്സിലാക്കണം, പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്താണെന്ന് ഓർക്കണം ഈ ഒരു കാര്യം സ്വർഗത്തിൽ ദൈവം ചെയ്തെടുക്കുന്നത്. അപ്പോൾ രക്ഷിക്കപ്പെടേണ്ട ഒരു കൂട്ടർ ഒരു സ്ഥലീടില് രക്ഷയുടെ സദ്വർത്തമാനം പറയേണ്ട വ്യക്തി മറ്റൊരിടത്ത്. എന്നാൽ ഇതിന്റെ നടുവിൽ താനും രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം തന്റെ ധർമ്മങ്ങളും ദാനധർമ്മങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന ദൂതുമായിട്ട് ദൈവത്തിന്റെ ദൂതൻ വരുമ്പോൾ മനസ്സിലാക്കണം, ഇവിടം കൊണ്ട് അവസാനിക്കുന്നല്ല, ഇവിടം കൊണ്ട് തുടങ്ങുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയാണെന്ന് ഓർക്കണം. ആ ഭവനം ആ നേരത്ത് വഴി ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ദൈവം ഒരു കാര്യം ചെയ്യുമ്പോൾ ആർക്കും മഹത്വം പോകാത്ത വഴിയാണ് ദൈവം ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് അനേകരും മഹത്വം എടുക്കാൻ ഓടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, അതിലൊന്നും ദൈവത്തിന്റെ കരചലനമില്ല. ഒരിടത്ത് പോലും പരിശുദ്ധാത്മാവിന്റെ കരചലനമില്ല. ദൈവം മഹത്വം ആർക്കും വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ, ഒരുവനും ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ്, ഞാൻ വന്നതുകൊണ്ടല്ലേ, ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുകൊണ്ടല്ലേ, ഞങ്ങൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആർക്കും മഹത്വം പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ ശതാധിപനാകുന്ന വ്യക്തി ഒരിക്കൽ പോലും പെന്തക്കോസ്തിന്റെ അനുഭവം അനുഭവിച്ചിട്ടില്ലെന്ന് ഓർക്കണം. ഹല്ലേലൂയ. താൻ ആയിരുന്ന വിശ്വാസത്തിൽ ഭക്തിയോടെ ഇരുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാട്ടോ, നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ വരുന്നതിന് മുമ്പേ നമ്മൾ ആയിരുന്ന പശ്ചാത്തലം ഏതാണ്ട് ഭക്തിയോടുകൂടെ ഇരുന്നവനൊക്കെ ഇന്നും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. അന്നും വല്ല വഴി കൂടെ കയറി നടന്നവനൊന്നും ഇന്നും ഒരിടത്തും ആകത്തില്ല.
എന്നാൽ മനസ്സിലാക്കണം, ഈ റെജിമെന്റിലുള്ള അല്ലെങ്കിൽ സ്തോത്രം ഈ സെഞ്ചുറിയൻ ആയിരിക്കുന്ന ഈ ശതാധിപനാകുന്ന ഈ വ്യക്തി ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തിന്റെ ദൂത് ലഭിച്ചു, അല്ലേ? ആ ദൂതെന്താ ഒന്ന് വായിച്ചേ, ആ ദൂതൊന്ന് വായിച്ചേ. ഇപ്പോൾ യോപ്പയിലേക്ക് ശ്രദ്ധിക്കണേ, അവിടെ വന്ന ദൈവത്തിന്റെ ദൂതൻ അവിടെ വന്ന ശതാധിപന് ദൈവത്തിന്റെ ആലോചന കൊടുത്തു. നീ യോപ്പയിൽ, അവിടെ പുതിയൊരു സ്ഥലം അവിടെ വെളിപ്പെടുത്തി. നമുക്കിഷ്ടമുള്ള സ്ഥലം, സംഘടന അല്ലെങ്കിൽ സെന്റർ പറയുന്ന സ്ഥലത്ത് പോകുന്നതല്ല. ഇതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്ന സ്ഥലത്ത് പോയാലേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നിടത്ത് പോകണം. ഇന്ന് പലയിടത്തും ദൈവപ്രവൃത്തി വെളിപ്പെടാത്തൊരു കാര്യം, ദൈവാത്മാവ് പറയുന്നിടത്തല്ല ജനത്തിന്റെ യാത്ര ഇരിക്കുന്നത്. അവരവർക്ക് ബോധിച്ച വഴിയിലൂടെ പോയിട്ട് ദൈവമേ അനുഗ്രഹിക്കണമേ, ദൈവമേ രക്ഷിക്കണേ, നോ നോ നോ. ഇതിൻ്റെ അകത്ത് ദൈവത്തിന്റെ കരചലനം വേണമെന്നുണ്ടെങ്കിൽ, ദൈവമഹത്വം വേണമെന്നുണ്ടെങ്കിൽ ദൈവ പദ്ധതിക്ക് വേണ്ടി നമ്മൾ വഴിയെ ഒരുക്കിയേ മതിയാകത്തുള്ളൂ. ആളല്ലേ അതിന് വില കൊടുക്കണം, അല്ലേ? എവിടെ യോപ്പ അതറിയാം, അവിടെ ഇരിക്കുന്ന പൗലോസിന് അല്ല പത്രോസിനോ അതറിയത്തില്ല. വായിച്ചേ. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്നും മറുപേരുള്ള ശീമോനെ. അപ്പൊ സ്വർഗത്തിന് നമ്മളുടെ പേരും മറുപേരൊക്കെ അറിയാം, അല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഓരോരുത്തർക്ക് ഒറിജിനൽ പേരും ഉണ്ട്, വിളിപ്പേരുണ്ടല്ലേ? അപ്പൊ കർത്താവ് അത് കൃത്യമായിട്ട് വെളിപ്പെടുത്തും. പേടിക്കണ്ട. നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ ചെല്ലേണ്ട ദേശത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ പേരും മറുപേരൊക്കെ അവിടെ അറിഞ്ഞിരിക്കും. അവിടെയാണ് ദൈവത്തിന് മഹത്വം ഇരിക്കുന്നത്. കരങ്ങൾ ദൈവത്തിന് മഹത്വം പ്രതിയാട്ടെ. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്ങാണ്ട് നടക്കുകയല്ല, ശരിയായി കൃത്യമായിട്ടാണ് നടക്കുന്നത്. നമ്മളൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ അത് വല്ല വിധന ഇങ്ങനെ ഇഴങ്ങി നീങ്ങിയായിരിക്കും ദൈവത്തിന്റെ പ്രവർത്തനം. നല്ല കേട്ടോ, ക്ലിയറാ. കർത്താവിന്റെ കാര്യം നടക്കുന്നത് ക്ലിയർ കട്ടായിട്ടായിരിക്കും കാര്യം നടക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. വായിച്ച ഭാഗം വായിച്ചേ. പാർക്കുന്നു ആകുന്നു എന്ന് പറഞ്ഞു. തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞു യോപ്പയിലേക്ക് അയച്ചു. ഇവിടെ എന്തോ മനസ്സിലായി? ഏണ്ട് ഈ ഭക്തനായ മനുഷ്യന്റെ പ്രാർത്ഥനയോടൊക്കെ അനുകൂലം നിൽക്കുകയും സ്തോത്രം പറയുകയും ചെയ്യുന്ന ഒരുത്തനെയാണ് അടുത്ത കാര്യത്തിന് വിട്ടത്. ഒരിക്കലും ദൈവസന്നിധി പ്രാർത്ഥിക്കാത്തവനെ ഒന്നും ആത്മീയ കാര്യത്തിന്റെ അകത്ത് വലിച്ച് ദൈവം ഇറക്കത്തില്ല. ചെയ്യുവോ? ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. ഒരിക്കലും പ്രാർത്ഥിക്കാതെ കൃപാവരമില്ലാതെ ജോലിക്കാതിരിക്കുന്നവനെ ദൈവം ആ പ്രദേശത്ത് അടുപ്പിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. എന്തുകൊണ്ട് അവിടെ അങ്ങനെ പറയുന്നത്? മനസ്സിലാക്കണം, ഭക്തനായ വ്യക്തി ആരെന്ന് മനസ്സിലാക്കണം. സ്തോത്രം, ശതാധിപനാകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ കീഴിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും അവരുടെ ആത്മീയ നിലവാരം നല്ലപോലെ അറിയുന്നു. നമ്മളാരെങ്കിലും അറിയാറുണ്ടോ? നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ ആത്മീക രീതിയൊക്കെ നമ്മളൊക്കെ പരിശോധിച്ചിട്ടുണ്ടോ? അതൊക്കെ വേണം. അല്ലെങ്കിൽ പോയി ഇന്നത്തെ സിസ്റ്റം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ആരോടും പ്രതിബദ്ധത വേണ്ടെന്ന. ഈ വ്യക്തി അങ്ങനെയല്ലായിരുന്നു. പ്രാർത്ഥിക്കുന്നവൻ അങ്ങനെ ആകത്തില്ല. കൂടെ നിൽക്കുന്നവന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ദൈവമായിട്ട് ബന്ധമുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അതല്ല ചുമ്മാ കണ്ണും പോയിട്ട് ജോലിയും ചെയ്ത് അടുത്ത സീറ്റിലിരിക്കുന്നവരോട് പോലും മിണ്ടാതെ തിരിച്ചു വരുന്നതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യോഗ്യമല്ലെന്ന് മനസ്സിലാക്കണം. ഈ തിരിച്ചറിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ ദൈവാലോചന ഇവര് കേൾക്കുന്ന സമയത്ത് അപ്പുറത്ത് തോൽക്കൊല്ലനാകുന്ന ശീമോന്റെ വീട്ടിൽ സ്തോത്രം ഹാലലി അവിടെ മറ്റൊരു ശീമോൻ ഇരിപ്പുണ്ട്, അല്ലേ? മറ്റൊരു ശീമോന്റെ മറുപേരുള്ള പത്രോസ് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സ്തോത്രം മനസ്സിലാക്കണം, ഇത് പറയുമ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട ദൈവ വൈതല് ചെന്ന് ജീവിക്കുന്ന വീടും പശ്ചാത്തലവും സ്വർഗം കണ്ടോണ്ടായിരിക്കുന്നത്. അവന്റെ അയലോകത്തുള്ളവനെ കർത്താവ് കണ്ടോണ്ടായിരിക്കുന്നത്. അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കൃത്യം കാണുന്ന ഒരു സ്വർഗത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കർത്താവ് നമ്മളെ കാണുന്നുണ്ട്, അല്ലേ? അല്ലാതെ സ്തോത്രം നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളിരിക്കുന്നിടത്ത് ആരുമില്ല, ആരും അറിയുന്നില്ലെന്നല്ല. ഇവിടെ മനസ്സിലാക്കി കൃത്യമായി പത്രോസ് ഇരിക്കുന്ന ഇടം കൃത്യം ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന്? ഒരു രാജ്യത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ കൃത്യമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തരും. അവിടെ ഇരിക്കുന്ന വ്യക്തികളെ കുറിച്ച് കൃത്യമായി ദൈവം പറഞ്ഞു തരും. അവരുടെ എന്ത് പേരാണ് ആ വ്യക്തിയെ വിളിക്കുന്നത്, അവരുടെ ചുറ്റുപാട് എങ്ങനെയാണ്, ഇതെല്ലാം കൃത്യം പറഞ്ഞു തരുന്ന ഒരു നാമത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമുക്കൊരു കാര്യം വെളിപ്പെടുത്തി അതിനൊരു മാറ്റവും ഇല്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ അത് അവിടെ വായിക്കുന്ന എന്താണ്? അവൻ തോൽക്കൊല്ലനായ ശീമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു, അവന്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു.
അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തന്റെ വേലക്കാർ രണ്ടുപേരെയും തന്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയും. ശ്രദ്ധിക്കണേ, തനിക്ക് അകമ്പടി നിൽക്കുന്നവൻ ദൈവഭക്തനായിരിക്കും. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ പ്രാർത്ഥിക്കുന്നവനെ ജോലിക്ക് നിർത്താവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ പ്രാർത്ഥിക്കുന്നവനെയാണ്. ഏതാണ്ട് സ്തോത്രം പാട്ടൊക്കെ പാടുന്നവനെ കൂടുതൽ കൊണ്ടല്ലോ. അവരോട് പറയും ഇങ്ങനെ നെറ്റി വിളിക്കുന്നവനൊന്നും ആ പരിസരത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാര്യം അവർക്ക് ദൈവത്തിന്റെ കാര്യപദ്ധതികളെ കുറിച്ച് പറഞ്ഞറിയത്തില്ല. അപ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വിവേചിക്കാറൊക്കെ ശക്തിയുണ്ടോ നോക്കണം. ഹല്ലേലൂയ. നല്ല പൊക്കോ നല്ല വണ്ണോ വേണ്ട, ഇങ്ങനെ ഇരിക്കുന്നവനാണെങ്കിൽ ഇതൊന്നും നോക്കരുത്. പിന്നെ എന്താ, ദൈവകൃപയുണ്ടോ നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? വലിയ പൊക്കവും വലിയ ഇതും വലിയ സെറ്റപ്പും ഉള്ളവനെ ആ പറ്റുള്ളൂ. നോ, ഓപ്പോസിറ്റും പറയാം. ഒന്നുമില്ല, ദാരിദ്ര്യവ, എല്ലാം കൊണ്ട് പെശക, ആ വിളിക്കും പോകരുത്. പോണ്ട ഇവിടെ ദൈവകൃപയുണ്ടോ നോക്കണം. അകമ്പടി നിൽക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവനാണോ, അവനിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടോന്ന് നോക്കാൻ നമുക്ക് വിവേചനപരം ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? നമുക്കൊക്കെ അകമ്പടി നിൽക്കുന്ന ആരാന്നൊക്കെ ഇടയ്ക്ക് നോക്കണേ, ഇല്ലേ പണി കിട്ടും. ആമേൻ. വായിച്ചടുത്ത്. പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. ഇവിടെ ശ്രദ്ധിക്കണേ. ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ നിന്ന് ആളുകൾ എങ്ങോട്ട് വരികയാണ്? തോൽക്കൊല്ലനാകുന്ന ശീമോന്റെ വീട്ടിലേക്ക് അടുത്ത് വന്നോണ്ടിരിക്കുക. അന്വേഷിച്ച് അടുത്ത് വരിക. ശ്രദ്ധിക്കണം, മറ്റൊരു വശത്ത് ആളിങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഈ പത്രോസിന്റെ വീട്ടിൽ രാവിലെ കടുങ്കാപ്പി ഇട്ട് കുടിച്ച് വായിക്കോട്ടയും വിട്ട് സ്തോത്രവും പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന പോക്ക് നടക്കത്തില്ല. ഇതിന്റെ ഇടയിൽ എന്നാ സംഭവിക്കണം? ദൈവിക ഇടപെടൽ എവിടെ വരണം? പത്രോസിന്റെ വീട്ടിൽ വേണം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പത്രോസ് സമയത്തിന് മുമ്പേ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അസാധാരണമായ ചില കാര്യങ്ങളൊക്കെ നടന്നാലേ സ്തോത്രം ഈ വ്യക്തി ദൈവകൃപയിലേക്ക് വരത്തുള്ളൂ, അല്ലെ പ്രാർത്ഥനയിലേക്ക് വരത്തുള്ളൂ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടതാ, ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന എന്നൊക്കെ പറഞ്ഞാലും നമ്മളെ ചില പ്രത്യേക ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ അല്ലെ കുടുംബത്തിന്റെ അകത്ത് ഉണ്ടാകുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവിടെ എവിടെയോ ദൈവത്തിന് എന്തോ വിഷയങ്ങൾ ഇടപെടാനുണ്ടെന്ന് മനസ്സിലാക്കണം. അല്ല നമ്മളെന്ന് സ്വാഭാവികമായിട്ട് എന്നും രാവിലെ എഴുന്നേൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു, രാവിലെ തന്നെ തീരുമാനിക്കും വൈകിട്ട് കിടക്കാൻ നേരത്ത് ഇന്നത് ഉണ്ടാക്കുന്നു, ഇന്നത് ഇത്ര സമയം അവിടെ കിടന്നുറങ്ങും, ഇന്ന കാര്യങ്ങളൊക്കെ പകല് ചെയ്യും. ഈ പ്ലാൻ ഒന്നും ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുമ്പോൾ അവിടെ കാണത്തില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, ലോകര് പോകുന്ന പോലെ മകനെ ഒരു ദൈവവൈതലിന്റെ വീട് പോകത്തില്ല. മനസ്സിലാക്കണം, ഒരു രക്ഷിക്കപ്പെട്ട ദൈവവൈതലിന്റെ ഭവനം, ആ ഭവനത്തിലെ വിഷയങ്ങൾ ഒരു ലോകരാകുന്നവരുടെ ജീവിതത്തിൽ നടക്കുന്നത് പോലെ ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല. കാര്യം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് അയക്കപ്പെട്ടവർ ഇപ്പോൾ പത്രോസിന്റെ വീടിന്റെ അടുത്ത് വരികയാണ്. ഇപ്പോൾ സ്വർഗം ഇടപെടണം. എങ്ങനെ ഇടപെടണം? പത്രോസിന്റെ വിഷയത്തിൽ ഇടപെടണം. പത്രോസ് വേഗം അവനെ കാണിക്കാനിരിക്കുന്ന കാര്യങ്ങൾ കണ്ട് ഞാൻ അയക്കുന്നവരുടെ കൂടെ പത്രോസ് പോകണം. ഇതല്ലേ വിഷയം. നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഒരു പദ്ധതി ഒരുക്കൊണ്ട് വരുമ്പോൾ ഞാൻ പോകത്തില്ല ചെയ്യത്തില്ലെന്ന്. നടക്കത്തില്ല. കാര്യം അതിനു മുമ്പ് ദൈവം ഒരുക്കിയ പദ്ധതിയാണോ, ദൈവ പദ്ധതി വെളിപ്പെട്ട് വരുമ്പോൾ നമ്മൾ പോകാൻ തയ്യാറാകേണ്ടതായിട്ട് തന്നെ വരും. മനസ്സിലാക്കണം. അവിടെ തിരിച്ചറിയണോ? വായിക്കുന്നതിന്റെ 9-ാം വാക്യം, പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ വെൺമാടത്തിൽ കയറി. അടുത്ത് ശ്രദ്ധിക്കണം, ആ സമയത്ത് അവന് വിശപ്പ് വന്നു. വിശപ്പ് വല്ലാതെ അധികരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് സംഭവിച്ചു? അവൻ ആഗ്രഹിച്ചു. അടുത്തത് അവർ ഒരുക്കുമ്പോഴേക്കും അപ്പോൾ മനസ്സിലാക്കണം, ആ സമയത്ത് ആ വ്യക്തിക്ക് വിശപ്പ് വന്നു. അടുത്തത് നല്ലപോലെ ഭക്ഷിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ തനിക്കൊരു വിവശത വന്നു. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ, ചില വിവശത. അപ്പോൾ ആത്മാവിൽ വിവശരായി എന്ന് പറയുമ്പോൾ അവരൊരു ട്രാൻസ് സ്റ്റേജിലേക്ക് വന്നു, അല്ലേ? കർത്തൃ ദിവസത്താണ് ആത്മവിവശതയിലേക്ക് വന്നു. അപ്പോൾ ഈ ആത്മവിവശത വരുന്നതിന് എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന് ചിലത് കാണിച്ചു തരാനുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്നാണെന്നറിയാമോ? ദൈവം വെളിപ്പെട്ട് മകനെ നീ ഇപ്പോൾ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോക, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ദൂത്. അങ്ങനെ ദൈവം സംസാരിക്കുന്നില്ല. അങ്ങനെ സംസാരിക്കുന്ന ചില വിഷയങ്ങൾ ഉണ്ടെങ്കിലും ഒരു അപ്പോസ്തോലനോട് ദൈവം അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. കാര്യം അപ്പോസ്തോലൻ എന്ന് പറഞ്ഞാൽ വളരെ പരമപ്രധാനമായ ഒരു സ്ഥാനത്ത് ദൈവിക ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ്.
മനസ്സിലാകുന്ന ആ വ്യക്തിയോട് കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞ് കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പൊക്കോ എന്ന് പറയേണ്ട കാര്യമില്ല. എന്നാൽ ശ്രദ്ധിക്കണം, അപ്പുറത്ത് പീലിപ്പോസ് ഉണ്ട്. പീലിപ്പോസ് ഗസയ്ക്കുള്ള നിർജ്ജന വഴിക്ക് പോകാമെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു. ശ്രദ്ധിക്കണം. അപ്പോൾ ആ വ്യക്തി ആ സ്ഥലം ആ സമയത്ത് അങ്ങനെ കേൾക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ പത്രോസിനെ സംബന്ധിച്ച് ഈ കൊർന്നല്യോസിന്റെ വീട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ എളുപ്പം പോകാൻ പറ്റത്തില്ല. കാര്യം ഇവന്റെ ഉള്ളിലിരിക്കുന്ന ചില മാനസിക അവസ്ഥകളുണ്ട്. മനസ്സിലാകുന്നോ? പത്രോസിന്റെ മാനസിക അവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റം വന്നാൽ മാത്രമേ ഇനി അവൻ ഈ പദ്ധതിയിലേക്ക് പോകത്തുള്ളൂ. പക്ഷെ അതിന് അല്പ മിനിറ്റുകളെ മുമ്പിലുള്ളൂ, അല്പസമയമേ മുമ്പിലുള്ളൂ. പെട്ടെന്നൊരു കാര്യം സ്വർഗത്തിൽ ചെയ്യണം. അപ്പോൾ മനസ്സിലാക്കണം, കർത്താവ് തലേ രാത്രിയിലോ പിറ്റേ ദിവസം ഒന്നും കൊടുത്തില്ല ആലോചന. എപ്പോഴാണെന്നറിയാമോ? കൊർന്നല്യോസിന്റെ ആളുകള് വീടിനോട് അടുക്കാറായപ്പോഴാണ് ദൈവം ഇവിടെ കാര്യം ഇടപെട്ടത്. ശ്രദ്ധിക്കണം. നമ്മൾ ഈ തലേ ദിവസമോ പിറ്റേ ദിവസമോ ഒരു മാസം മുമ്പ് കാര്യങ്ങൾ കിട്ടിയെന്നൊന്നും നമുക്ക് വിചാരിക്കരുത്. ചിലപ്പോൾ ഇന്ന് വൈകിട്ടത്ത് ദൈവം ഒരു കാര്യം പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ദൈവം ഇടപെടത്തുള്ളൂ. നമുക്ക് സംശയമില്ലാതിരിക്കാൻ ചിലപ്പോൾ അതിന് മിനിറ്റുകൾക്ക് മുമ്പാ ഇടപെടത്തുള്ളൂ. അങ്ങനെ ദൈവം ഇടപെടും. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മുമ്പേ എനിക്ക് ആലോചന തന്നില്ലല്ലോ എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നിന്നെ അറിയുന്ന ദൈവത്തിന് അറിയാം നിനക്ക് എങ്ങനെയുള്ള ആലോചന നൽകിയാലാണ് ദൈവം ഇത് നടക്കുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവകരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇരുത്ത്. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ വചനം നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയുന്ന കാര്യം എന്താണെന്ന് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. അങ്ങോട്ട് പോകണ്ട, ഇച്ചിരി പുറകോട്ട് ഇറങ്ങി വായിക്കേ. കയറി വളരെ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അവരൊരുക്കുമ്പോഴേക്കും അപ്പോൾ അവന്റെ വീട്ടിൽ എന്തൊക്കെയോ ഒന്ന് സംഭവിച്ചു. ഭക്ഷണ സമയത്ത് ഉണ്ടായില്ലെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? ചിലപ്പോൾ ഉണ്ടാക്കുന്ന വ്യക്തി വന്ന് കാണില്ല, ഉണ്ടാക്കാൻ സാധനം കിട്ടിക്കാണില്ല, എന്തെങ്കിലും സംതിങ്. ഒരു കാര്യം പറയാം, വീട്ടിൽ അത്ര സുഖമല്ലായിരുന്നു, സാധനം ഇല്ലാത്തോ അല്ല ഉണ്ടാക്കാത്ത ഏതാണ്ട് പ്രശ്നമുണ്ട്. അപ്പൊ വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി റെഡിയായി. നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കും? പ്രഷർ ഷുഗർ ഉള്ളവർക്ക് പ്രശ്നമല്ലേ? ആ കുഴഞ്ഞു വീഴും. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ കുഴഞ്ഞു വീണെന്നൊന്നും പുസ്തകത്തില്ല. ഇവിടെ പറഞ്ഞ ആത്മവിശ്വത എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മവിശ്വത എന്ന് പറഞ്ഞ് പ്രഷറും ഷുഗറും കുറഞ്ഞിട്ടല്ല ആത്മവിശ്വത ഉണ്ടാകുന്നത്. ഇത് ആത്മാവിൽ നടത്തപ്പെടുന്ന കാര്യമാണിത്. ആമേൻ. ദൈവം സ്വർഗം തുറന്ന് അവനൊരു ദർശനം കാണിക്കുകയും അവനെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി അവൻ ആത്മവിവശത കൊടുത്തു. എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ, ഞാൻ പറയാം. സ്തോത്രം. ഒരിക്കൽ ഞാൻ ഇതുപോലെ പല അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരു അനുഭവം പറയുകയാണ്. ഒരിക്കൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് പല ഭാരപ്പെട്ട് പല കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം എന്താണ് പല വേദനകളുടെയും അവസാനം എന്താണെന്ന് ഇങ്ങനെ ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വളരെ ഭാരത്തോടും ഞരക്കത്തോടും കൂടി ഇരുന്ന സമയത്ത് ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഞാൻ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ സോദരൻ ഞാൻ കണ്ട കാഴ്ച എന്നെ വളരെ നടുക്കിയ ഒരു കാഴ്ച ഞാൻ കണ്ടത്. ഞാൻ കാണുന്ന കാഴ്ച ഈ ഭൂമി ഒരു വലിയ വെളിച്ചത്തിന്റെ അകത്ത് പ്രകാശിച്ചിരിക്കുകയാണ്. കാര്യം നമ്മൾ കാണുന്ന ഭൂമിയെ കുറിച്ച് ഒരു ഭാഗം പകലാണ്, മറുഭാഗം രാത്രിയാ, അല്ലേ? പക്ഷെ ഞാൻ കണ്ട ഭൂമി എന്താണെന്നറിയാമോ? രാത്രി ഇല്ലാത്ത ഭൂമിയുണ്ട്, ഒരു വശത്ത് ഇരുട്ടില്ലാത്ത ഭൂമി കണ്ടു, പൂർണ്ണമായും പ്രകാശിച്ച് ശോഭയോടുകൂടെ ഇരിക്കും. അപ്പൊ ഞാൻ കാണുന്ന കേൾക്കുന്ന കാര്യം എന്നാന്നറിയോ? ഇതുവരെയും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ശബ്ദം ആ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. തൊട്ടടുത്ത് ഞാൻ കാണുന്ന ഞാൻ ഇരുന്ന ആ മുറിയിലേക്ക് ആ തേജസ്സും ആ ശബ്ദവും ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ ശബ്ദം വളരെ നമ്മുടെ കാതുകൾക്ക്, നമ്മുടെ ആത്മാവിന് സുഖം നൽകുന്ന ശബ്ദമാണ് യഥാർത്ഥത്തിൽ കേട്ടത്. ആ കാഴ്ചയോ അത്ര ഒരു കാഴ്ചയായിരുന്നു കണ്ടേ. അപ്പോൾ ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ എന്നോടൊരു ശബ്ദം പറഞ്ഞു, നീ ഭാരത്തിലിരിക്കുമ്പോഴും ഈ ഭൂമി ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. നിന്റെ ഉള്ളത്തിൽ മാത്രമേ ഭാരമുള്ളൂ, നീ ഇരിക്കുന്നത് ദൈവത്തിന്റെ സ്വർഗീയ സാന്നിധ്യത്തിന് കീഴിലാണെന്ന് കേട്ടു. ഉടനെ ഞാൻ അതിന് ഉണരുകയും ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ഭാരപ്പെട്ട് കലങ്ങുന്നതിൻ്റെ അകത്തൊന്നും അർത്ഥമില്ല. ദൈവത്തിന്റെ വലിയ ഗ്രാൻഡായ കാര്യപരിപാടിക്കകത്താണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ അടുത്തത് പത്രോസിന് ഇങ്ങനെ ഒരു ആത്മവിവശത വന്നു. വായിച്ചേ.
ഇവിടെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് താൻ കാണുന്ന കാഴ്ച ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ ആ 4 വശവും കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വലിയൊരു പ്ലേറ്റ് പോലെ, അല്ലെ? ഒരു തുപ്പട്ടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു. വായിച്ചോ. കണ്ടോ? അപ്പോൾ ഇതൊക്കെ സാധിക്കും, വരുന്നത് കാണാൻ സാധിക്കും. അതിന്റെ അളവ്, അതിന്റെ നീളം, വീതി, ഉയരം, അതിന്റെ അകത്തുള്ളതെല്ലാം കൃത്യമായിട്ട് കാണാൻ ഈ ദർശനം കാണുന്നവർക്ക് അതിന്റെ ആ മഹത്വം അറിയത്തുള്ളൂ എന്താണെന്ന്. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായ ഇൻഫർമേഷൻ നൽകി. എന്താണ് കാണിച്ചത്? 4 വശം കെട്ടി ഒരുക്കിയിരിക്കുന്ന ഒരു തുപ്പട്ടി എവിടെ നിന്ന് ഇറങ്ങി വന്നു? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. വായിച്ചേ. സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ഇത് എഴുന്നേറ്റ് അറുത്ത് തിന്നണം. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേൾക്കുന്ന പത്രോസ് സ്നാനപ്പെട്ട വ്യക്തി, അഭിഷേകം പ്രാപിച്ച വ്യക്തി, ഒരു പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടു, ദൈവത്തിന്റെ കൃപയിലിരിക്കുന്നു. ആ നാളുകളിലെല്ലാം താൻ സുവിശേഷം പറയുന്നത് യഹൂദന്മാരോട് മാത്രമേ ഉള്ളൂ. യഹൂദന്മാരോട് മാത്രമേ താൻ സുവിശേഷം പറയുള്ളൂ, വേറെ ആരോട് സുവിശേഷം പറയില്ല. അങ്ങനെ മുമ്പോട്ട് പോകുന്ന പത്രോസിനെ സ്തോത്രം അടുത്ത ദൈവത്തിന്റെ ഒരു പ്രോജക്റ്റിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായ ദർശനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ദർശനം എന്താണ്? 4 വശവും കെട്ടി ഒരുക്കിയിരിക്കുന്ന ഒരു തുപ്പട്ടിയിൽ ഭൂമിയിലെ സകല മൃഗജാതികൾ, സകലവിധ ഇടജാതികൾ, അതുപോലെ സകലവിധ പറവകളെല്ലാം എന്നിട്ടുണ്ട്. ആ തുപ്പട്ടിക്കകത്തുണ്ട്. അങ്ങനെയല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? സകലവിധ നാൽക്കാലി ഇഴജാതി ആകാശത്തിലെ പറവയുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പറയും, ഒരു യഹൂദന്റെ മുമ്പിലായത് നീട്ടുന്നെങ്കിൽ അവനോട് ഇത് കഴിക്കാൻ പറഞ്ഞ് അവൻ ഒരിക്കലും ചെയ്യത്തില്ല. ന്യായപ്രമാണ പ്രകാരം ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ള മൃഗങ്ങൾ തമ്മിൽ വേർതിരിച്ചാൽ മാത്രമേ ശുദ്ധിയുള്ളതിനെ തിന്നാൻ പറ്റത്തുള്ളൂ, അശുദ്ധിയുള്ളതിനെ തൊടാൻ പാടില്ല. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം അങ്ങനെ ഒരു ദർശനം പത്രോസിന് കൊടുക്കുമ്പോൾ, ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പത്രോസ് ഒരു പക്ഷേ ചിന്തിക്കുന്നത്, ഞാൻ എങ്ങനെയാ ന്യായപ്രമാണ പ്രകാരം അശുദ്ധി തിന്നുന്നത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. പക്ഷെ നമ്മൾ കാണുന്ന കാഴ്ചയും നമ്മൾ അയക്കപ്പെടുവാനിരിക്കുന്ന വിഷയവും തമ്മിൽ ഒരു ബന്ധവും കാണത്തില്ല. എന്നാൽ ആ കാണുന്ന കാഴ്ചക്കകത്ത് ദൂതും നമ്മൾ ചെല്ലേണ്ട മേഖലകളെ കുറിച്ചുമുള്ള ആത്മീക ദൂതും ആത്മീക ഒരുക്കത്തിനും നല്ല ബന്ധമുണ്ട്. വായിച്ചേ. അർത്ഥ തിന്നുക എന്നൊരു ശബ്ദം ഉണ്ടായി. ഒന്നും ഒരു നാളും തിന്നിട്ടില്ല. അടുത്ത് വായിച്ചേ. ആ ശബ്ദം 2ാം പ്രാവശ്യവും പത്രോസിനോട്, ദൈവം ശുദ്ധീകരിച്ചത്. ശ്രദ്ധിക്കണം, ഇവിടെ കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം വിശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് പറയരുത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ന്യായപ്രമാണത്തിൽ ഒരിടത്ത് പോലും അശുദ്ധിയുള്ള മൃഗത്തെ വിശുദ്ധീകരിച്ച ഒരു വാക്യം പോലും കിടപ്പില്ല. അപ്പോൾ പിന്നെ മൃഗത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? മനസ്സിലാക്കും. ദർശനം കണ്ടു കഴിയുമ്പോഴും പത്രോസ് ഈ ഇടജാതിയും നാൽക്കാലിയും ശുദ്ധിയില്ലാത്ത മൃഗത്തെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുക. അവന് കാര്യം പിടികിട്ടുന്നില്ല. മനസ്സിലാക്കണം, കാണുന്ന ദർശനമല്ല അക്ഷരം പ്രതി ഒന്നും നമുക്ക് ആർക്കും വെളിപ്പെടാറില്ലെന്നേ. ആ കാര്യത്തിലേക്ക് വരുന്നത് വരെ നമുക്ക് വെളിപ്പെടാറില്ല. ചില കാര്യങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയാൽ, പത്രോസിനെ പോലെ അപ്പോസ്തലനായിരിക്കുന്ന വ്യക്തിക്ക് കണ്ട ദർശനത്തെ കുറിച്ചുള്ള ആലോചന ഉടനെ വെളിപ്പെടുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇതിന് കർത്താവ് കാണിച്ച ഈ കാര്യത്തെ കുറിച്ചുള്ള പൂർണ്ണ രൂപം വരണമെന്നുണ്ടെങ്കിൽ ഇവൻ കോർന്നേലിയോസിന്റെ വീട്ടിൽ എത്തുന്നത് വരെയും ഈ കണ്ട ദർശനം എന്നാന്ന് ഈ വ്യക്തിക്ക് മനസ്സിലാകത്തില്ല. ദൈവം ഒന്നും പറയാനും പോകുന്നില്ല. വായിച്ചേ, തുറന്ന് വായിച്ചേ. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം, നമ്മളൊരു ദർശനം കണ്ട ഉടനെ കാണുന്ന ലിറ്ററൽ മീനിങ് ആയിട്ട് എടുക്കരുത്. ചിലര് വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണെന്നറിയോ? ആകാശം തുറന്നിരിക്കുന്നതും തുപ്പട്ടിയിൽ എല്ലാം മൃഗം ഭയങ്കര പോരാട്ടം വരുന്നു കണ്ടെന്ന് പറയും. പിന്നെ എന്നാ പറയുന്ന, ഭവനത്തോട് ആഞ്ഞടിക്കുന്ന ചില വെല്ലുവിളികളുണ്ടെന്ന് പറയും. ഇതാണോ അത്? ഒരിക്കലും അല്ല. ഇതൊന്നുമല്ല ഈ കാണുന്ന വിഷയം. എന്നാൽ ഞാൻ പറയട്ടെ, പൈശാചിക പോരാട്ടങ്ങളുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ ദൈവം ഈ കാണിക്കുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റാണ്. തൊട്ടടുത്ത നിമിഷങ്ങളിൽ ദൈവത്തിന്റെ പ്രോജക്റ്റിനോടുള്ള വിഷയത്തിൽ ദൈവത്തിന് ഇടപെടാനുണ്ട്. അത് ഈ പത്രോസിനെ സജ്ജമാക്കണം. നമ്മൾ പലരും ദർശനങ്ങൾ കാണുമ്പോൾ ദൈവം നമ്മളെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ആ നേരത്തല്ല അതിന് ആൻസർ വരുന്നത്, അത് വരുന്ന നാളുകളിലും മാസങ്ങളിലും വർഷങ്ങളിലും ആ കണ്ട ദർശനത്തിന്റെ പൂർണ്ണ അളവിൽ എന്താണ് ദൈവം ഉദ്ദേശിച്ചത് ദൈവം വെളിപ്പെടുത്തും. കാണുന്ന ദിവസം വൈകിട്ട് 10 മണിക്കുള്ളിലല്ല വെളിപ്പെടുത്തുന്നത്. ചിലർ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. നോ, ദർശനം കണ്ട അത് കണ്ടു, ഓക്കെ, നമ്മൾ പ്രാർത്ഥനയോട് കൂടി ഇരിക്കുക. ദൈവം നിന്റെ ആലോചന എന്താണെന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. നിന്റെ പ്രോജക്റ്റ് എന്താണ് കർത്താവേ, അത് ചോദിക്കാൻ റെഡിയാകണം. അപ്പോൾ ഇവിടെ ഈ കാഴ്ച കണ്ട പത്രോസിന് മുമ്പിൽ 3 വട്ടം ആ ഒരു കാഴ്ച ആവർത്തിച്ചു. 1, 2, 3 എന്ന് പറഞ്ഞ് ആവർത്തിച്ചു. അടുത്ത് വായിച്ചേ. പാത്രം. അപ്പോൾ മനസ്സിലാക്കണം, ഇവൻ പത്രോസ് പറഞ്ഞ മറുപടി എന്താ? ഞാൻ അശുദ്ധമായത് ഒന്നും യാതൊന്നും. അപ്പൊ ശ്രദ്ധിക്കണേ, പത്രോസ് ആ മറുപടി കൊടുക്കുമ്പോൾ ആ മറുപടി പ്രാപ്തമാണോ? ഞാൻ പറയാം, തീർച്ചയായും പ്രാപ്തമാണ്. എന്നാന്നറിയാവോ? ഇതല്ലാതെ ഞാനിപ്പോ തിന്നാന്നല്ല അവിടെ പറയുന്നത്. അവന്റെ സ്വത്വം ആ സമയത്തുള്ള അവന്റെ നിലപാട് എന്താണെന്ന് പത്രോസിന്റെ വായിൽ നിന്ന് ദൈവത്തിന് കേൾക്കണം. അപ്പോൾ നമ്മൾ കാണുന്ന ദർശനത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയതെന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ വിഷയം പറയുന്ന സമയത്ത് നമുക്ക് മറ്റൊരു ഭാഗം കൂടെ നമുക്കൊന്ന് എടുക്കണം. ഇത് ഒരു കണക്ഷൻ ഇല്ലാത്ത റോട്ടിൽ കൂടെ പോകുന്നെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ ആത്മ തരുന്ന ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായം മുതൽ 1-7 യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം. നമുക്ക് വളരെ അറിയാവുന്ന വാക്യങ്ങളൊക്കെയാ. വായിച്ചോ, ദർശനത്തിന്റെ വിഷയം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം 7-ാം വാക്യം. ഹല്ലേലൂയ. ഓ സ്തോത്രം. 6 മുതൽ വായിച്ചോ. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാവ് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. കാര്യം, താൻ പ്രാപ്തനല്ല, ഞാൻ ബാലനാണ്. അതായത് എനിക്ക് ഈ കാണുന്ന വലിയ ശുശ്രൂഷയൊന്നും ചെയ്യാനുള്ള പ്രാപ്തി ആയിട്ടില്ലെന്ന് പറയുകയാണ്. ഇത് പറയണം നമ്മൾ പലപ്പോഴും. നമ്മളുടെ യഥാർത്ഥ അവസ്ഥ നമ്മൾ പറയാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വായിൽ നിന്ന് തന്നെ, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മളൊരു സമർപ്പണത്തിലേക്ക്, സമർപ്പണം എന്ന് പറഞ്ഞ ഇതാ യിരെമ്യാവ് പറഞ്ഞ ഞാൻ ബാലനുള്ള സമർപ്പണമാണ് അല്ലേ. തൻ്റെ യഥാർത്ഥ അവസ്ഥയെ പറയാൻ മടിക്കരുത്. ഇന്ന് നമ്മളിലൊക്കെ ഉള്ളൊരു പ്രശ്നം എന്താണെന്നറിയാം, യാഥാർത്ഥ്യം ഒരിടത്ത് കിടക്കും, പുകമറ മറ്റൊരിടത്ത് കിടക്കും. പുകമറ എല്ലാവരും കാണുന്നു, യാഥാർത്ഥ്യം അപ്പുറത്ത് കിടക്കുക. ദൈവം പറയാം, നീ മകനെ നീ മടങ്ങി ചെന്നിട്ട് യാഥാർത്ഥ്യം എന്ന് നീ പറയുക. ഇവിടെ യിരെമ്യാവ് പറയുന്നത് ഞാൻ ബാലനല്ലോ. പറഞ്ഞോ, എന്ന് പറഞ്ഞു. അരുളി ചെയ്തത് പറയരുത്. ശ്രദ്ധിക്കണം, ഈ നമ്മൾ ഒരു ശുശ്രൂഷയിലാകട്ടെ, ഒരു ദർശനമാകട്ടെ, പത്രോസ് കാണുന്ന ഒരു ദർശനമാകട്ടെ കാണിക്കുമ്പോൾ അതിലൂടെ ആ വ്യക്തിക്ക് പ്രത്യേക ഒരു റൂട്ട് ദൈവം തുറക്കുകയാണ്, പ്രത്യേക അതോറിറ്റി കൊടുക്കുകയാണ്. ദർശനം ഒരുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവനെ ദൈവം മറ്റുള്ളവർ പോകുന്ന റൂട്ടിൽ കൂടെ വിടത്തില്ല കേട്ടോ. മനസ്സിലാക്കണം, ദൈവം ഒരുവനെ അപ്പോസ്തലനായിട്ടോ പ്രവാചകനായിട്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു സാമാന്യ ജനമുണ്ടല്ലോ, അവർ പോകുന്ന റൂട്ടിൽ കൂടെ ഇവരെ വിടത്തില്ല ദൈവം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ബാലനല്ലോ. മുറിക്കാതെ വായിക്ക്. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. കേട്ടോ, പ്രവാചക ദൗത്യം ശ്രദ്ധിക്കണം. അവിടെ വയ്ക്കുന്നത് ഞാൻ ബാലെന്ന് പറയരുത്, ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകണം, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കണം. മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാക്കണം, ആ ശുശ്രൂഷയല്ല നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസിന്റെ കൂടെ ദൈവം ചെയ്യുന്നത്. അവിടെ ഒരു ദർശനം കൊടുത്ത് തന്നെ ഒരുക്കുകയാണ്. അവിടെ പ്രത്യേക ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവം ഏൽപ്പിക്കുന്ന ദൂത് കൈമാറാനേ പ്രവാചകനുള്ളൂ. അപ്പോസ്തലനതല്ല. അപ്പോസ്തലൻ ദൈവം ചെയ്താക്കുന്ന ചില പ്രവർത്തികൾക്ക് ആത്മീക ചില ശുശ്രൂഷകളാണ് അവിടെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ പ്രവാചകനാകുന്ന യിരെമ്യാവ് പറയുന്നു,
ദൈവം പറയുന്നു, ഞാൻ അയക്കുന്നിടത്ത് നീ പോകണം, ഞാൻ നിന്റെ നാവിന്മേൽ തരുന്ന കാര്യം നീ പറയണം. അടുത്തത് നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. കണ്ടോ? അപ്പോൾ അതിനർത്ഥം എന്നാ? അവിടെ പിടിക്കപ്പെടുന്ന ചില രംഗങ്ങളില്ലേ? അത് ഇരമ്യാവിന്റെ ചരിത്രം വായിക്കുമ്പോ അറിയാം. നല്ല പ്രായമുള്ള പുരോഹിതന്മാര് വന്നിട്ട് ഇരമ്യാവിന്റെ കരണത്തടിക്കുന്ന രംഗമൊക്കെ വരുന്നുണ്ട്. അപ്പോ ഞാൻ നിന്നെ വിടുവിക്കൂ എന്ന് പറഞ്ഞാൽ ബന്ധനം ഉണ്ടെന്ന് അതിനർത്ഥം. ഞാൻ നിന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ ശിക്ഷ ഉണ്ട്, എന്നിട്ടാ രക്ഷ വെളിപ്പെടുന്നത്. ആദ്യം ബന്ധനമുണ്ട്, എന്നിട്ടാ വിടുതൽ വരുന്നത്. ക്രിസ്ത്യ ജീവിതത്തിൽ വന്നിട്ട് ഒരു പോരാട്ടമില്ലെന്ന് പറയുന്നവനൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ മേല. വായിച്ചേ. പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു. ശ്രദ്ധിക്കണം, ദൈവം അവന്റെ നാവിനെ ഉപയോഗിക്കേണ്ടതിന് അവന്റെ നാവിനെ വായെ ദൈവം തൊട്ടു. അടുത്തത്, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും ഒളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളയുവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്നു ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു. മത്തായി 28:19 പറഞ്ഞേ. മത്തായി 28 ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞേ. യേശു അടുത്തു ചെന്ന് അവരോട് കാര്യം വരുമ്പം സംഭവം ഒന്നും വർക്കാവില്ല. ഞാൻ പറഞ്ഞു വരുന്നേ, ഇത് ഗ്രേറ്റ് കമ്മീഷൻ അല്ലേ? ഇരമ്യാവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ അല്ലേ ഇത്? സ്തോത്രം. ഇരമ്യാവിന്റെ കമ്മീഷൻ ഇത്. വിളിക്കപ്പെട്ടവർക്ക് ദൈവം കമ്മീഷനിങ് തരും. മനസ്സിലാകുന്നുണ്ടോ? അല്ല ചുമ്മാ വീട്ടിൽ കുത്തിയിരിക്കാനും ഞായറാഴ്ച വന്ന് ഭിത്തിയാരി എന്ന് പ്രാർത്ഥിക്കാനും അല്ല കമ്മീഷൻ. അതൊരു കമ്മീഷൻ വേണ്ട, ആർക്കും നടക്കുന്ന കേസാ. എന്നാൽ ഗ്രേറ്റ് കമ്മീഷൻ വായിച്ചേ 28. യേശു അടുത്ത് എന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, ഈ പുറപ്പെട്ട് എന്നുള്ള കമ്മീഷനിങ്ങിന്റെ അകത്ത് പത്രോസ് പോയേ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? പത്രോസെ, നീ പോകണമെന്നുണ്ടെങ്കിൽ നീ ആരുടെ അടുക്കലാ പോകുന്നതെന്ന് അറിയാവോ? അവർ യഹൂദന്മാരല്ല. അപ്പൊ ഞാൻ എങ്ങനെ പോകും? അശുദ്ധമായൊന്നും ഞാൻ തിന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പോകുന്നേ? അതിനാണ് ഞാൻ ദർശനങ്ങൾ നൽകുന്നത്. ഹല്ലേലൂയ. ഒരു തെരഞ്ഞെടുക്കപ്പെട്ടൊരു ദൈവ പൈതലേ കോൺസ്റ്റന്റ് ആയിട്ട് ചില തീരുമാനങ്ങൾ ദൈവം ഇരുത്തത്തില്ല കേട്ടോ. ചെയ്ത ശുശ്രൂഷകൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കാനല്ല, അതിന്റെ അകത്തുനിന്ന് ദൈവം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ അതോറിറ്റിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. അഭിഷേകത്തിന്റെ തലങ്ങൾക്ക് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതെങ്ങനെയാ? ദർശനം ഉണ്ടെങ്കിലേ അഭിഷേകത്തിന്റെ ആ ശുശ്രൂഷയുടെ മാറ്റം വെളിപ്പെടുന്നത്. അതിന്റെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കും. പുതിയത് ദൈവം അതിനോട് കൂടെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഗ്രേറ്റ് കമ്മീഷനിങ് കിടക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അവിടെ പറയുന്നത് എന്റെ കഴിപ്പിച്ചും നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പത്രോസ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഇരിക്കുന്നവരെ ശിഷ്യരാക്കണമെന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഇടർച്ചക്കല്ലുണ്ട്. എന്നാന്നറിയാം? യഹൂദൻ എന്നുള്ള ചിന്ത. അത് അവന്റെ ഉള്ളത്തിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ദർശനം അനിവാര്യമാണ്. നാം ദർശനങ്ങൾ കാണുന്ന എന്നാന്നറിയാം? നമ്മുടെ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകളിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന പല ചിന്തകളും അറിവുകളും ഇന്നും നമ്മുടെ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് ദൈവം കണ്ടിട്ടാണ് ദൈവം ദർശനങ്ങളെ തരുന്നത്. അല്ലാതെ ഇറങ്ങി വരുന്ന ആ തുപ്പട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം എന്നതാണെന്ന് ചിന്തിച്ചേ. ആയിരിക്കുന്ന മൃഗങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന വ്യാഖ്യാനം എന്താണെന്ന് ചിന്തിച്ചേ. മനസ്സിലാക്കണം, അതിനേക്ക് അറുത്ത് തിന്നാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പോഴേ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ന്യായപ്രമാണത്തിന്റെ ചിന്ത നിമിത്തം നമുക്ക് അതിനോടൊക്കെ നോ പറയാനേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കണ, അസാധാരണമായ ചില റൂട്ടിലൂടെ ദൈവം നടത്തുമ്പോൾ സ്വാഭാവിക മനുഷ്യൻ പറയും, ഞാൻ വരുന്നില്ല, ചെയ്യുന്നില്ല, പോകണ്ട, നടക്കണ്ട എന്ന് പറഞ്ഞ് അതിനോട് ഗുഡ് ബൈ പറയുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ പഠിച്ചിരിക്കുന്നത്. എന്നാൽ ഒരു അപ്പോസ്തലനെ ദൈവം ആക്കി വെക്കുന്നത് അസാധാരണമായ വഴികളിലൂടെ നടക്കാനാണ്. ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ അഭിഷിക്തനെ ദൈവം നടത്തുന്നത്. മനസ്സിലാക്കണം, ഇസ്രായേലിൽ ദൈവജനം സ്വന്തം വഴിതെറ്റിക്കഴിഞ്ഞപ്പോൾ അവരോട് ആലോചന പറയേണ്ടതിന്
ഇരമ്യാവിനെ ദൈവമാക്കി. ഇരമ്യാവിന്റെ ഗ്രേറ്റ് കമ്മീഷൻ ഒന്ന് വായിച്ചേ. ഇത് ഇരമ്യാവിന് പേഴ്സണലാണ് ആ കമ്മീഷനിങ് അല്ലേ. അവിടെ വായിക്കുന്ന എന്താണ്? നോക്കുക, 1:10 നിർമൂലമാക്കുവാൻ, പൊളിക്കുവാൻ, നശിപ്പിക്കുവാൻ, ഇടിച്ചു കളയുവാൻ, പണിവാൻ, നടുവാനും വേണ്ടി ഞാൻ ഇന്ന് നിന്നെ ജാതികളുടെ മേൽ രാജുകളുടെ മേലും ആക്കി വെച്ചിരിക്കുന്ന യഹോവ എന്നോട് കൽപ്പിച്ചു. അപ്പോൾ ഈ കൽപ്പനയാണ് വിഷയം. മനസ്സിലാകുന്നുണ്ടോ? വേറെ ഒരു രസകരമായ ഒരു വാക്യമുണ്ട്, ഞാൻ അതും കൂടെ എടുക്കാം ഇക്കൂട്ടത്തിൽ. നമുക്ക് മടങ്ങി ഇവിടെ വരണം. പുറപ്പാട് പുസ്തകം, ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകത്തിൽ ആരാണ് ദൈവസന്നിധിയിൽ നിന്ന് വലിയ നിയോഗം പ്രാപിച്ചു പോകുന്നതെന്ന് നമുക്കറിയാലോ. ആരാണ്? മോശ തന്നെ അല്ലേ. അവിടെ മോശ അവിടെ കടന്നു ചെല്ലുന്ന സമയത്ത് ദൈവത്തിന്റെ ആലോചന ലഭിച്ചു. അവൻ കടന്നു പോവുകയാണ്. ഇടയ്ക്ക് വെച്ച് മോശ പറയുകയാണ്, എനിക്ക് നല്ല ഫ്ലൂവൻ്റ് അല്ല, ഞാൻ അവിടെ IELTS കോഴ്സിനൊന്നും പോയില്ലെന്ന് മോശ പറയുകയാണ്. അപ്പോ മോശയോട് പറയുക, സാരമില്ല, IELTS നിന്നെ പഠിപ്പിക്കുന്നവനുണ്ട് നല്ലപോലെ ഫ്ലുവൻ്റ് ആയിട്ട്, അവൻ കുറച്ച് വിഗ്രഹം ഉണ്ടാക്കും, അപ്പൊ നീ പഠിച്ചോളും. അപ്പൊ ദൈവം ഒരു കാര്യം ആദ്യം മോശയോട് പറഞ്ഞു, നീ പോ, ഞാൻ നിന്റെ വായോട് കൂടി ഇരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അത് പോരാ, ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ലെന്ന് പറഞ്ഞു. അതിന് ദൈവം കൊടുക്കുന്ന മറുപടി എന്നാണെന്നറിയാവോ? അതാണ് രസം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം 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 അതിന്റെ 4-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ചേ. പുറപ്പാട് 4:15-16 വളരെ രസമുള്ള കാര്യമാണ്. ആരോട്? അഹരോനോട് സംസാരിക്കണം. അവനോട് സംസാരിച്ച് വിക്കൻ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നവന് പറഞ്ഞു കൊടുക്കണമെന്ന്. അതെങ്ങനെ ഒക്കൂലേ? നല്ല പോലെ നല്ല ലാംഗ്വേജ് ഉള്ളവന്റെ അടുത്ത് മുറി ഇംഗ്ലീഷ് പറയുന്നവൻ കാര്യം പറഞ്ഞു കൊടുത്താൽ ചിന്തിക്കും, ഇവനെ പോലെ വല്ലവരും ഉണ്ടോ? ആദ്യം പോയി നിന്നോട് ഇംഗ്ലീഷിന്റെ കോഴ്സിന് പോകാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? ദൈവം ഇതൊന്നും നോക്കുന്നില്ല. കർത്താവ് ഇതൊന്നും നോക്കുന്നില്ല. ഇതൊക്കെ മനുഷ്യൻ നോക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. വിക്കൻ തടിച്ച നാവുള്ള മോശ ഒരു നല്ലപോലെ സംസാരിക്കുന്ന അഹരോന് പറഞ്ഞു കൊടുക്കണം. വിക്കി പറഞ്ഞു കൊടുക്കണം. പണി കൊടുക്കുന്നുണ്ടോ? ഇത് ആദ്യം വേണ്ട, ദൈവം നേരിട്ട് പറഞ്ഞ ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ മോശ പറഞ്ഞു, വേണ്ട, എനിക്ക് അത്ര ഞാൻ നല്ല ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, ഞാൻ നിന്നോട് സംസാരിച്ചപ്പോഴേ ഞാൻ നിനക്ക് തന്ന ആ മാന്യതയുണ്ടല്ലോ, നിനക്കതിന് അറിയത്തില്ലല്ലോ, നീ അതിന്റെ വില എന്താണെന്ന് അറിയും. അവൻ വേണോ ഞാൻ വേണോ എന്നുള്ള നിന്നെ ഞാൻ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോ ആ ഭാഗം ശ്രദ്ധിക്കണം. അവിടെ വായിക്കുന്നത്, നീ അവനോട് സംസാരിച്ച്, അല്ലെ നമുക്ക് ഇച്ചിരി കൂടെ മനസ്സിലാകാനായ സ്തോത്രം. അതിന്റെ സ്തോത്രം സ്തോത്രം അതിന്റെ 12 മുതൽ ഒന്ന് വായിച്ചേ. അതെന്താ കാരണം? കാര്യം പറഞ്ഞ് അവതരിപ്പിക്കാനുണ്ടെന്ന് കേട്ടപ്പോ മോശയ്ക്ക് ബുദ്ധിമുട്ട്. സംസാരിക്കാനൊക്കെ ഉണ്ടോ? എന്നാ പിന്നെ നമ്മൾ പോകുന്നില്ല, എനിക്ക് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല, അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള സെറ്റപ്പ് ഒന്നും എനിക്ക് ഇല്ല. നമ്മൾ മലയാളികളാണെങ്കിൽ പറയും പോകുന്നില്ലെന്ന്. അപ്പൊ നമ്മൾ ഏതാണ്ട് നാട്ടുകാരനെ പോലെ തന്നെയാണ് ആര് സംസാരിച്ചത്? മോശയെ സംസാരിച്ച്. ഞമ്മളും പോകുന്നില്ലെന്ന് അവനും തീരുമാനിച്ചു അല്ലേ? മോശ തീരുമാനിച്ചു. അതുകൊണ്ട് നമ്മുടെയൊക്കെ സ്വഭാവം തന്നെയായിരുന്നു. അപ്പോ മോശ പറഞ്ഞു, മറ്റാരെങ്കിലും നീ കണ്ടോ? കർത്താവിന് ഗൈഡൻസ് കൊടുക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ളവരും ഉണ്ട് അല്ലേ? കർത്താവേ, നീ ഇന്നയിടത്ത് ഇന്ന ആളെ കൊണ്ടുപോയാൽ ആ പദ്ധതി വളരെ നല്ലതായിരിക്കും. നമ്മൾ ഈ കർത്താവിന് റൂട്ട് മാപ്പ് ഇട്ട് കൊടുത്ത് കർത്താവിനെ നടത്തുവാൻ പ്ലാൻ ഇടുന്നവരാണെങ്കിൽ നമ്മൾ പൊളിയും. ഒരു സംശയവും വേണ്ട, നമ്മൾ പൊളിയും. ആമേൻ, സ്തോത്രം. കർത്താവിന് റൂട്ട് മാപ്പ് ഇട്ട് കൊടുത്ത്, കർത്താവ് ഞാൻ പ്രാർത്ഥിച്ച് ഇന്ന വിഷയങ്ങളിൽ ഇന്ന പോലെ നടക്കണേ. നോ, അങ്ങനെ നടത്താൻ ദൈവത്തിന് പ്ലാൻ ഇല്ല. നമുക്ക് പലപ്പോഴും ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പറ്റാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കണം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, മോശയോട് പറയുന്ന കാര്യം എന്താണ്? മോശ പറയുന്നുണ്ട്, നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും അയക്കണമേ എന്ന് പറഞ്ഞു. അടുത്തത് വായിച്ചേ. അതായത് ശ്രദ്ധിക്കണം, ഇവിടെ ദൈവം പറയുന്ന കാര്യം മോശയുടെ വായിലൂടെ ദൈവം കേട്ടിട്ട് ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിക്കാനുള്ള ഗ്രാമറൊക്കെ ഇവന്റെ വായിലുണ്ട് അല്ലേ? മോശയുടെ വായിന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മനസ്സിലാകുന്നുണ്ട്.
മോശ പറയുന്നത് എന്റെ വായിലെ വാക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നേ എനിക്കതൊക്കെ ഭയങ്കര ചിരി വരുന്ന കാര്യം കേൾക്കുന്നു. പണ്ട് എവിടെ 40-ാമത്തെ വയസ്സിൽ മിസ്രൈമിൽ എന്ത് ചെയ്തു? ഒരു മിസ്രൈമിനെ അടിച്ചു കൊന്ന്. അപ്പോ ഇത് ഇസ്രായേൽ മക്കൾ ഗ്രഹിക്കുമെന്ന് വിചാരിച്ചു, അവർ ഗ്രഹിച്ചില്ല. ശ്രദ്ധിക്കണം, അമ്മാതിരി രോഗമുള്ളവന്മാരെ രക്ഷിക്കാനാണ് പോകുന്നത്. അത് നമ്മൾ ചിലർക്ക് വേണ്ടിക്ക് ചിലത് ചെയ്യുമ്പോഴേ ഇനിയെങ്കിലും അവർ ഉൾക്കൊള്ളുന്നു. പിന്നെ ചെല്ലുമ്പോ അവിടെ നിൽക്കുകയാണ് ആളുകൾ, എല്ലാവിധ സർവായുധവും പിടിച്ചോണ്ട് നിൽക്കുകയാണ് കൊല്ലാനായിട്ട്. അപ്പൊ അതെന്താണ്? അങ്ങനെയുള്ളവരെ വിടുവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലേണ്ട ചില മേഖലകളുണ്ട് ശുശ്രൂഷയിലും. മനസ്സിലാകുന്നുണ്ടോ? ചില കാര്യങ്ങളിൽ വീണ്ടും ചെല്ലേണ്ടതായിട്ട് വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ 40 വർഷം മുമ്പ് ഇവന്മാർക്ക് വേണ്ടി മിസ്രൈമിനെ അടിച്ചു വന്ന് പ്രതിക്രിയ ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇസ്രായേൽ മക്കൾ അത് ഗ്രഹിച്ചില്ല. അപ്പൊ എനിക്ക് തോന്നുന്നേ, ശ്രദ്ധിച്ചേ, എനിക്ക് തോന്നുന്നേ ഒരു പക്ഷേ ഈ മോശ പറയുന്നുണ്ടായിരിക്കും, ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്യുന്നത്, നിനക്ക് വേണ്ടിയാ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നെന്ന് ഈ തടിച്ച നാവോട് കൂടെ പറഞ്ഞു കാണും. മിക്കവാറും ഇസ്രായേൽ മക്കളല്ലേ പകലത്തെ പണിയും എല്ലാം കഴിഞ്ഞ് ചെയ്ത കാര്യങ്ങളൊന്നും കേട്ടാലും ഈ പ്രഷറും മാനസിക സമ്മർദ്ദവും വൈരാഗ്യവും എല്ലാം കൂടെ ഇങ്ങനെ തിളച്ചു നിൽക്കുന്നവര് ഇത് വല്ലതും ഗ്രഹിക്കുവോ? ഇത് വല്ലതും ഗ്രഹിക്കുമോ? അപ്പോ എനിക്ക് തോന്നുന്നത് 40 വർഷം മുമ്പ് കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോ അതിന് പണി പാളിയിട്ടുണ്ട്. അപ്പം ഫറവോനോടും പറയാൻ പറ്റിയിട്ടില്ല, ആരോടും പറയാൻ പറ്റില്ല, അവൻ വിട്ടുപോകുന്നാ കേട്ടേക്കുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംസാരത്തിൽ എന്തെങ്കിലും കാര്യമായ കുഴച്ചിൽ വന്ന് സത്യം പറഞ്ഞ ജീവിതം മടുത്താണ് ആരെവിടെ വന്നത്? മോശ വന്നെന്ന് വേണം മനസ്സിലാക്കാം. അപ്പോ 80-ാമത്തെ വയസ്സിൽ ഇച്ചിരി കൂടെ പ്രായമായല്ലേ, ഇച്ചിരിയും കൂടെ മുടി വരച്ചു, ഇച്ചിരിയും കൂടെ ദേഹത്തും കാലിലും കയ്യിലൊക്കെ കുഴമ്പൊക്കെ തേച്ച്, എന്റെ ഭാഷ പറഞ്ഞ് നിൽക്കുന്ന ഒരു അപ്പച്ചനോട് പറയുക, ദേ നീ ഞാൻ പറഞ്ഞ പഴയ സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ നാട്ടിലെ വല്ല അങ്ങനെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ എന്നെ പറയും, നല്ല പ്രായവും ചോരയും നീരും ഉള്ളപ്പോ എന്നെ വിട്ടില്ല, അന്ന് നീ നിന്നില്ല, ഇന്ന് ഈ വയസ്സാം കാലത്ത് എന്നെ വിടുന്നതെന്ന്. എന്തുകൊണ്ടാ ദൈവം പലരോട് സംസാരിക്കാത്തെന്ന് മനസ്സിലായോ? നമ്മളുടെ മുറിവെണ്ണയും കുഴമ്പെണ്ണയും പിന്നെ ആദ്യം ഇതൊന്നും നോക്കിയല്ല ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മളോട് കൂടി ഇരിക്കും. ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പോൾ പറയാം, മറ്റാരെങ്കിലും ബോധിച്ച ആരെങ്കിലും വിടണേന്ന്. വായിച്ചേ. ജ്വലിച്ചു. കണ്ടോ? അപ്പൊ കുടുംബ ബന്ധം കൃത്യം കർത്താവിന് അറിയാം. നമ്മുടെ കുടുംബത്തിൽ ആരൊക്കെ നമുക്കിട്ട് പണി തന്നു, ആരൊക്കെ സെറ്റപ്പായിട്ട് ജീവിക്കുന്നു എന്ന് അറിയുന്ന ഒരു സ്വർഗമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ അഡ്രസ്സും പേരും പറഞ്ഞു കൊടുത്തിട്ട് അത് കർത്താവ് കേട്ടു എന്ന് വിശ്വസിക്കുകയല്ല. നാം മൗനമായിട്ട് കിടന്ന് ഉറങ്ങുമ്പോഴും നമ്മളിലുള്ള സകലതും പരിശോധിക്കുന്ന ദൈവമാണ് നമ്മൾ സേവിക്കുന്ന നമ്മുടെ കർത്താവ്. നമ്മുടെ കുടുംബ ബന്ധമൊക്കെ കൃത്യം അറിയാം ദൈവത്തിന്. ആരാണ് നിനക്ക് അനുകൂലമെന്നോ ആരാണ് പ്രതികൂലമുള്ളതെന്ന് കൃത്യം ദൈവത്തിന് അറിയാം. വായിച്ചേ. സഹോദരനല്ലയോ? കഴിഞ്ഞ 40 വർഷമേ നീ ഇവിടെ മരുഭൂമി കിടക്കുമ്പോ 40 വർഷമേ അവൻ ഫ്ലൂവന്റ് ആയിട്ട് മിസ്രൈമിൽ കിടക്കുന്നത് ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കണം, എന്തു പിടികിട്ടി? 6 ലക്ഷം വരുന്ന പുരുഷന്മാരെ ഓരോരുത്തരെയും ദൈവത്തിന് വ്യക്തിപരമായിട്ട് അറിയാം. മോശ മാത്രമല്ല, എല്ലാരെയും വ്യക്തിപരമായിട്ട് ദൈവത്തിന് അറിയാം. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യത്തിൽ നിറയുമ്പോൾ കർത്താവ് ഇറങ്ങി വരുന്നു. അവിടെ ഇരിക്കുന്ന ചിലരെയൊക്കെ ഇങ്ങനെ ഒന്ന് മിന്നായം പോലെ നോക്കി, അവിടെ ചിലരൊക്കെ ഇരിപ്പുണ്ട്, വ്യക്തമല്ല. അങ്ങനെയാണോ കർത്താവ്? നോ. എല്ലാരെയും വ്യക്തമായിട്ട് സഭയ്ക്കകത്ത് സകലവിധ വിളച്ചിലും വേലവെപ്പും ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ കുടുംബത്തിന്റെ അടിത്തറ വരെ കണ്ട ദൈവത്തിന്റെ മുമ്പിലാണെന്ന് ഓർക്കണം ഇരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും കർത്താവിന് മറങ്ങിയിരിക്കുന്നില്ല. വായിച്ചോ. അവൻ നിന്നെ എതിരേൽപ്പാൻ പുറപ്പെട്ടു വരുന്നു. നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും. നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ നിന്റെ വായോടും. ഇവിടെ ശ്രദ്ധിക്കണേ, ഞാൻ നിന്റെ വായോടും അവന്റെ വായോടും കൂടി ഇരിക്കും. എനിക്കല്ലായിരുന്നോ വരം ഉണ്ടായിരുന്നു? എന്റെ കൂടെ നടന്നവൻ എന്നെ പോലെ പ്രവചിക്കാൻ തുടങ്ങിയത് എപ്പോഴാ? പിടികിട്ടിയോ? നമ്മുടെ കൂടെ നടക്കുന്നവൻ നമ്മെ പോലെ തന്നെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. അയ്യോ, അതെപ്പോഴാ? അവൻ ഇങ്ങനെയൊന്നും നിയോഗങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. ശ്രദ്ധിക്കണേ, അടുത്ത വാക്യം കൂടെ കേൾക്കണം. ഉപദേശിച്ചു തരും. ഒരുമിച്ച് തന്നെ ഇരുന്ന് ശുശ്രൂഷകളെല്ലാം നടക്കും. അടുത്ത വാക്യം, നിനക്ക് പകരം ജനത്തിന്റെ മുമ്പിൽ അവനെ ഞാൻ നിർത്തും. ശരി, അടുത്തത്,
അവൻ നിനക്ക് വിക്കുള്ളവന്റെ വായ്ക്ക് പകരം അവന്റെ വായായി ജനത്തോട് സംസാരിക്കും. അയ്യോ, സാധാരണ ഒരു മനുഷ്യനും ദൈവവും തമ്മിൽ നല്ല ഡിഫറൻസ് ഇല്ലേ? ഉണ്ട്. അപ്പൊ ആ ഡിഫറൻസ് എങ്ങനെയാ കർത്താവേന്ന് ചോദിച്ചാൽ, ഞാൻ നിന്നോട് സംസാരിച്ചപ്പോ നീ മറ്റൊരുത്തരെ പിടിച്ചോണ്ട് വന്നില്ലേ? അതുകൊണ്ട് ഇനി മുതൽ നീ മോശെ, പണ്ട് നീ ഫറോ ആവുമായിരുന്നു, ഇനി നീ ദൈവത്തിന്റെ റോളിലായിരിക്കണം മിസ്രൈമിലേക്ക് പോകേണ്ടത്. അത് സുഖമുള്ള കാര്യമല്ല. വിക്കുള്ള നീ നിന്റെ വായെ കൊണ്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങുന്നവന് നീ ദൂത് പറഞ്ഞു കൊടുക്കാതെ അവന്റെ വഴി ഒരിക്കലും തെളിയില്ലെന്ന്. ദൈവം ചിലരെ ഇണക്കി വെച്ചാലുണ്ടല്ലോ, ചിലപ്പോൾ അത് പണിയായിട്ട് തീരും. ചിലരെ ഇണക്കി വേണ്ടാത്ത ചിലത് കൂടിയാൽ അത് പിന്നീട് പണിയായിട്ട് തീരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ദൈവം ചെയ്യുമ്പോൾ, ഇരമ്യാവിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ വീണ്ടും ദർശനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ? വേഗം വായിച്ചു തീർത്താം, സമയം പോകുന്നല്ലോ. അവിടെ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ കമ്മീഷനിങ് കൊടുക്കുകയാണ് ഇരമ്യാവിന്. അവിടെ പറയുന്ന ഭാഗം എന്താണ്? നോക്കുക, നിർമൂലമാക്കുവാനും പൊളിക്കുവാനും നശിപ്പിക്കുവാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ജാതികളുടെ മേൽ രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. അടുത്ത വാക്യം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാ, ഇവിടെ ഇരമ്യാവിനോട്, ഇതാണ് ശുശ്രൂഷയുടെ അടുത്ത തലം എന്ന് പറയുന്നത്. ഇവന്റെ വായോടുകൂടി ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ വായോടുകൂടി ഇരിക്കുമ്പോൾ ഇവൻ ചിലത് കാണണം. കണ്ട കാഴ്ചയെ വ്യാഖ്യാനിപ്പിക്കാൻ പരിശുദ്ധാത്മാവോടും. കാണുന്ന കാഴ്ച എന്താണെന്ന് നോക്കാം. വായിച്ചേ. എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം. ജാഗ്രത വൃക്ഷം. പോയോ? വായിക്ക്. സ്തോത്രം. വെളിപ്പെടട്ടെ. ഇവിടെ ശ്രദ്ധിക്കണം, കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ഒരു ബദാം വൃക്ഷത്തെ ഇരമ്യാവിന് കാണിച്ചു കൊടുത്തു. മുറ്റത്ത് നിൽക്കുന്ന ജാഗ്രത വൃക്ഷത്തെ കണ്ണുകൊണ്ടല്ല, അവന്റെ ആത്മ കണ്ണുകളാണ് ഇത് കണ്ടത്. അത് കണ്ട കാഴ്ച അവനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചപ്പോൾ ബദാം മരം കാണുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആൻസർ കറക്റ്റ്. കാണിച്ച കാഴ്ചയും ആൻസറും കറക്റ്റ് ആണ്. ഇത് ഇങ്ങനെ ക്ലാരിറ്റി വരുത്തും പ്രവാചകന്മാരുടെ കാര്യത്തിലും. കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ, കണ്ട കാര്യം എന്താണെന്ന് വ്യക്തത ആത്മീക ശുശ്രൂഷയ്ക്കത്ത് ദൈവം വെളിപ്പെടുത്തും. മനസ്സിലാക്കണം. അപ്പോൾ കാണുന്ന കാഴ്ച ഒന്ന് അത് വ്യക്തമായി വെളിപ്പെടുത്തി. അടുത്തത് ജാഗ്രത വൃക്ഷം എന്ന് പറയുന്നു. അടുത്തത് വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് പറഞ്ഞു. യഹോവ എന്നോട്, നീ കണ്ടത് ശരി, എന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളും എന്ന് അരുളി ചെയ്തു. യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം. ശ്രദ്ധിക്കണം, അപ്പുറത്ത് പത്രോസിൽ ഒന്നാമത് തുപ്പട്ടി കാണിച്ചു, മൂന്നാമത് കാണിച്ചു. ഇവിടെ ഇത് രണ്ടാമത്തെ വർഷമാണ്. രണ്ടാമത് കാണിച്ചു. ആദ്യം ജാഗ്രത വൃക്ഷം കാണിച്ചു, രണ്ടാമത് എന്താ കാണാൻ പോകുന്നത്? വായിച്ചേ. ശ്രദ്ധിക്കണം, ഇതാണ് ആത്മീയ. നമ്മൾ ഇത് ശുശ്രൂഷയ്ക്ക്, നമ്മളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ, ദേശത്തിന് വേണ്ടി ചെല്ലുകയൊക്കെ ചെയ്യുമ്പോൾ, ആത്മീക ശുശ്രൂഷ നടത്തപ്പെടുമ്പോൾ നമ്മളെ കാണിച്ചു തരുന്ന കാര്യം ഇതുപോലെ ഒരു ബന്ധമില്ലാത്ത വിഷയമാണ് കാണിക്കുന്നത്. പക്ഷെ അത് വ്യാഖ്യാനിക്കാൻ നേരത്താണ് ആത്മാവ് നാവിൽ അതിന്റെ പൊരുള് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഇത് ആത്മീക ശുശ്രൂഷയാണ്. ഇത് പ്രവാചകന്മാർക്കും പറഞ്ഞാൽ മനസ്സിലാകും, അപ്പോസ്തലന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ഈ രണ്ട് കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കാണുന്ന കാഴ്ച, ഇത് അതിന്റെ വ്യാഖ്യാനം. നമ്മൾ കാണും, ആ കണ്ട കാര്യം വ്യാഖ്യാനിക്കാൻ നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ ഇടപെടും. അത് മറഞ്ഞു കിടക്കുന്ന മേഖലകൾ നമ്മളുടെ നാവിൽ പരിശുദ്ധാത്മാവ് തരും. ഇത് പ്രവാചകന്മാർക്കും അപ്പോസ്തലന്മാർക്കും മാത്രം മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ വരങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. പുറത്തെ മനുഷ്യർ ചോദിക്കുന്ന കാലം കണ്ടാൽ എന്നാ ഇരിക്കുന്നത്, ബദാമരം കണ്ടിട്ടാണോടാ ദൂത് പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? അതാണ് ആത്മാവും വരങ്ങളും ഇല്ലാത്തവരുടെ പ്രശ്നം. അവർക്ക് ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ആത്മാവിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ പോകരുത്. വായിച്ചേ. അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവ എന്നോട്, വടക്ക് നിന്ന് ദേശത്തിലെ സർവ്വ നിവാസികൾക്കും
അനർത്ഥം വരും. ശ്രദ്ധിച്ചതിന്റെ വ്യാഖ്യാനം കേട്ടോ. ഈ കലം വടക്ക് നിന്ന് വരുന്നു. അത് കലം വടക്ക് നിന്ന് വരുന്നൊരു കാഴ്ച കേട്ടോ. അത് എന്നായിരിക്കും കലം വടക്ക് നിന്ന് വന്ന സ്വോത്രം സ്വോത്രം സ്വോത്രം. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അതിന്റെ വ്യാഖ്യാനം നാവിൽ തരും. മനസ്സിലാകുന്നുണ്ടോ? കാണുന്ന കാഴ്ചയൊന്ന് നമ്മളിപ്പോ ഒഴുകുന്ന നദിയാ കാണിക്കുക. ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒഴുകുന്ന നദി വെച്ച് കഴിയുമ്പോൾ നമുക്കിത് എന്നാന്ന് അറിയത്തില്ല. പിന്നീടാണ് മനസ്സിലാകുന്നത് ആ നദി ഒഴുകിപ്പോകുന്ന പല മേഖലകളില് സ്തോത്രം അത് ആ നദി നേരിടുന്ന പല പ്രതിസന്ധികൾക്ക് ഒത്തവണ്ണം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെയുള്ള പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടും. നമുക്കൊന്നും മുന്നമേ പറയാൻ പറ്റത്തില്ല. ആ നേരം ദൈവത്തിന്റെ ആത്മാവ് തരികയാണ്. അതുകൊണ്ട് എന്താണെന്നറിയാവോ, ഇപ്പൊ യരമ്യാവ് നമ്മുടെ സഭയിലുണ്ടെങ്കിൽ, യരമ്യാവ് ഒരു കൺവെൻഷന് വന്നാൽ, യരമ്യാവ് ഒരു പരസ്യ ശുശ്രൂഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ, യരമ്യാവ് ശുശ്രൂഷ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു തിളച്ച കലം വെളിപ്പെടുത്തുന്ന പറയുമ്പോൾ കണ്ടോ, തിളച്ച കലം. ഇതല്ലേ ഇന്ന് മീഡിയാസിന്റെ അകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു. ആ വെളിപ്പെട്ട വിഷയം എന്താണെന്ന് ആ വ്യക്തി പറയാത്രത്തോളം കാലം മറ്റുള്ളവർക്ക് അത് ദുർവ്യാഖ്യാനമായിട്ട് നിൽക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെയല്ല യാഥാർത്ഥ്യം. ഇവിടെ ശ്രദ്ധിക്കുക, ഒന്നാമത് കാണിച്ചു, രണ്ടാമത് തിളച്ച കലം കാണിച്ചു. അടുത്ത് വായിച്ചേ. ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളെ ഒക്കെയും വിളിക്കും. ഈ കാരണം എന്നാന്നറിയോ? ശ്രദ്ധിക്കുക, ഇവിടെ നിയോഗം കിടപ്പുണ്ട്. ഇവിടെ ഇരമ്യാവിന് നിയോഗം, മഹാനിയോഗം കിടപ്പുണ്ട്. ആ നിയോഗത്തിന്റെ അകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിർമൂലമാക്കും, പൊളിക്കും, നശിപ്പിക്കും, ഇടിച്ചു കളവും, പണിയും, നടുവാനും വേണ്ടി ഞാൻ നിന്നാക്കും. അപ്പം പൊളിക്കേണ്ട വിഷയങ്ങളുണ്ട്, ഇടിക്കേണ്ട വിഷയങ്ങളുണ്ട്, പണിയേണ്ട വിഷയമുണ്ട്. നമ്മളെല്ലാം കേൾക്കുമ്പോൾ അയ്യോ എന്തിനാ ഇടിക്കുന്നു, പണിയുന്ന കാര്യം മാത്രം പറഞ്ഞാൽ പോരെ. അല്ല, അത് പ്രവാചകന്റെ പദ്ധതിയാണ്. ഇടിക്കേണ്ട മേഖലകളെ ഇടിച്ചിട്ടേ പണിയേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുള്ളൂ. ഇന്നത്തെ പ്രവാചകന്മാർ പണിയുന്ന കാര്യം മാത്രമേ പറയൂ. അതാ കള്ളപ്രവചനം എന്ന് പറയുന്നത്. കാരണം മനസ്സിലാകുന്നുണ്ടോ? അവര് പണിയുന്ന കാര്യം മാത്രമേ പറയൂ, ഇടിക്കുന്ന കാര്യം മിണ്ടാത്ത പ്രവാചകന്മാര്. ഇന്നത്തെ ടൈറ്റിൽ ഇതാ കേട്ടോ, സ്വതന്ത്രം ഹാളല്ല. പണിയുന്ന വചനം മാത്രമേ ഉള്ളൂ, ഇടിക്കുന്ന വചനം ഇല്ല. അല്ലേ? പല പ്രവാചകന്മാർക്കും പണിയുന്ന ദൂത് മാത്രമേ ഉള്ളൂ, ഇടിക്കുന്ന ദൂത് ഇല്ല. അതാണ് കള്ളപ്രവാചകന്റെ ഏറ്റവും വലിയ ലക്ഷണം. ആമേൻ. വായിച്ചേ. അടുത്ത ഭാഗം നമ്മൾ വായിക്കുന്ന എന്താണ്? സ്തോത്രം. ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളെ ഒക്കെയും വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ വന്ന് ഓരോരുത്തൻ താന്താന്റെ സിംഹാസനം യെരൂശലേമിന്റെ പടിവാതിലുകളുടെ പ്രവേശനത്തിങ്കലും ചുറ്റും അതിന്റെ എല്ലാ മതിലുകൾക്കും നേരെയും യഹൂദയിലെ എല്ലാ പട്ടണങ്ങൾക്കും നേരെയും വയ്ക്കും. അവർ എന്നെ ഉപേക്ഷിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം കാട്ടുകയും തങ്ങളുടെ കൈപ്പണികളെ നമസ്കരിക്കുകയും ചെയ്ത സകല ദോഷത്തെയും കുറിച്ച് ഞാൻ അവരോട് ന്യായവാദം കഴിക്കും. കണ്ടോ? അപ്പോ മനസ്സിലാക്കണം, ആദ്യം ദൈവം പ്രതികാരം ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്. പണിയുന്ന കാര്യം അവന്റെ ശുശ്രൂഷകൾ കൊണ്ട് വരുന്നുണ്ട്. പക്ഷേ ആദ്യം രാജ്യങ്ങളുടെ മേൽ ആക്കുമ്പോൾ രാജ്യങ്ങളോട് പറയുന്ന ദൂതാണ്. അപ്പോൾ രാജ്യങ്ങളുടെ മേൽ ഇടിക്കുന്ന ദൂത് പറയുമ്പോൾ തന്റെ ജീവനത് വളരെ ഭീഷണിയുണ്ട്. കള്ളപ്രവാചകന്മാർ ഈ പണിയുന്ന ദൂതുമായിട്ടാണ് നടക്കുന്നത്. അവർ ഇടിക്കത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൽ നിന്നല്ല വരുന്നത്. ഇടിക്കുന്ന ദൂത് പറഞ്ഞാൽ അവന് സ്റ്റേജ് ഇല്ല. ആമേൻ. സ്വന്തം മുറിക്കുന്ന ദൂത് പറഞ്ഞാൽ അവന് സ്റ്റേജ് ഇല്ല. പക്ഷെ അതുകൊണ്ടൊന്നും അവൻ ദൈവത്തിന്റെ പ്രവാചകൻ അല്ല എന്ന് വരുന്നില്ല. മനുഷ്യൻ തള്ളുന്നു, അതൊന്നിനാലും ദൈവം തന്റെ പ്രവാചകനെ തള്ളുന്നില്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ ഇതൊക്കെ കേട്ടല്ലോ. അപ്പൊ ഒന്നാമത് കാണിച്ചു, രണ്ടാമത് കാണിച്ചു. ഇതുപോലെ തന്നെയാണ് പത്രോസിന്റെ അടുക്കൽ. ഒന്നാമത് സ്തോത്രം ആ തുപ്പട്ടി ഇറങ്ങി വന്നു, രണ്ടാമതും ആ തുപ്പട്ടി ഇറങ്ങി വന്നു, മൂന്നാമതും ആ തുപ്പട്ടി ഇറങ്ങി വന്നു. 3 വട്ടവും അത് ഇറങ്ങി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? സ്തോത്രം, അവിടെ പ്രവാചകൻ എന്ത് ചെയ്തു? സ്വന്തം കാര്യം പറഞ്ഞു, ഞാൻ അശുദ്ധമായതൊന്നും ഭക്ഷിച്ചിട്ടില്ല, തിന്നിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. ഇങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചെടുത്തു. ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഉള്ളിൽ ചഞ്ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരുഷന്മാർ ശീമോന്റെ വീട് ചോദിച്ചുകൊണ്ട് പടിവാതിൽക്കൽ
പടിവാതിക്കൽ നിന്നു. ശ്രദ്ധിക്കണേ, ഇത് ചഞ്ചലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ദൂത് കണ്ട് രാവിലെ എഴുന്നേറ്റോ അല്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ മറുപടി അറിയാൻ മേലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, നമ്മൾ അതിനെക്കുറിച്ച് ചഞ്ചലിച്ചിരുന്നാലും കാണിച്ച ദൈവമാണ്, അതിന്റെ പൊരുൾ ദൈവം വെളിപ്പെടുത്തിയിരിക്കും. അടുത്ത എന്താണ് വായിക്കുന്നത്? അടുത്ത ഭാഗം വായിച്ചേ. ആ ആ ആ ആ ആ കണ്ടോ? ഇത് ശ്രദ്ധിക്കണം. ആ ദൈവം അയച്ചവര് മുറ്റത്ത് നിൽക്കുമ്പോൾ ഈ പത്രോസ് അവിടെ ആ ദർശനത്തിന്റെ വിഷയത്തിലിരിക്കുക. രണ്ട് സമ്മേളിക്കുന്നു. കണ്ടതോ? അവിടെ അയക്കപ്പെട്ടവർ വീടിന് മുമ്പിലെത്തി. ആ സമയത്ത് പത്രോസ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ചഞ്ചലിച്ചിരിക്കുകയാണ്. അല്ലാതെ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടല്ല ഇരിക്കുന്നത്. ദൈവം കാണിക്കുന്ന വിഷയത്തിന് മുമ്പിൽ നമ്മൾക്കൊരു വലിയ ചഞ്ചലിപ്പും ഭാരവും ഒക്കെ കയറി വരുമ്പോൾ മനസ്സിലാക്കണം, ഇത് പിശാച് കൊണ്ടുവരുന്നല്ല. ചിലർക്ക് അങ്ങനെ കേൾക്കുന്നു, മനസ്സിൽ ഭാരം, ഇത് പിശാച് കൊണ്ടുവരുന്ന. ചിലർക്ക് ആ വെളിപ്പാട് ഇന്നും ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണം, അങ്ങനെയല്ല. സ്തോത്രം. ആ ചഞ്ചലിപ്പ് നിന്റെ ഉള്ളിൽ വന്നാൽ മാത്രമാ ഈ നേരങ്ങളിൽ നീ പ്രത്യേക തീരുമാനം എടുക്കത്തുള്ളൂ. ചിലര് ദൈവശബ്ദം കേൾക്കുന്ന നിലവാരത്തിൽ ഇരിക്കാതിരിക്കുമ്പോൾ ദൈവ ജീവിതത്തിൽ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ കൃത്യം ദൈവശബ്ദം കേൾക്കേണ്ട അവസ്ഥയിലേക്ക് വരും. വായിച്ചേ. ആ ആ അവിടെ 19 ഒന്നുകൂടെ പത്രോസ് ദർശനത്തെ കുറിച്ച് ആ ആ ആ ഇവിടെ ശ്രദ്ധിക്കണം. ഇത് പറയുന്ന സമയത്ത് ഓൾറെഡി പത്രോസ് കേട്ടു, പുറത്തു നിന്ന് ആരോ വിളിച്ചു ചോദിക്കുന്ന സൗണ്ട് കേട്ടു. പക്ഷെ അത് ശ്രദ്ധിക്കാതെ പത്രോസ് അവിടെ ഇരിക്കുക. അവിടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് കൃത്യം പറയുന്നത് കേട്ടോ, അവിടെ 3 പുരുഷന്മാർ മുറ്റത്തിരിക്കുക. തന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന 3 പുരുഷന്മാരെ കുറിച്ചുള്ള ആലോചന വെൺമാടത്തിലിരിക്കുന്ന പത്രോസിന്റെ ഹൃദയത്തിൽ കൊടുക്കുകയാണ്. പുറത്തു വന്നവരുടെ സൗണ്ട് കേട്ടു. അത് എത്ര പേരാണെന്ന് ആർക്കറിയത്തില്ല, പത്രോസിന് അറിയത്തില്ല. എന്നാൽ പത്രോസിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു അത് 3 പേരാണെന്നുള്ള അടയാള സഹിതം കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോ ഇത് ദൈവകൃപയിൽ തന്നെ അല്ലേ? ആ, സംശയിക്കരുത് ഇനി. ആമേൻ. വായിച്ചേ. അന്വേഷിക്കുന്നു. ആ, സ്തോത്രം. ആ ആ കണ്ടോ? അപ്പൊ പരിശുദ്ധാത്മാവ് കൃത്യം പറഞ്ഞ എന്താ? 3 പേരെ ഞാൻ അയച്ചിട്ടാണ് അവർ വന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ദൈവ പദ്ധതികൾ വെളിപ്പെടേണ്ടത്. അല്ലെങ്കിൽ അയക്കപ്പെട്ടവർ അവിടെ വരുമ്പോൾ സ്വന്തം വീണ്ടും പോകാൻ ദൈവം പദ്ധതിയിട്ട വ്യക്തിയെ ദൈവം ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ദർശനം കൊടുത്ത് ഒരുക്കി നിർത്തണം. ഞാനോ നിങ്ങളോ ദൈവാത്മാവിന്റെ നിയോഗപ്രകാരം ദർശനപ്രകാരം പോകാൻ റെഡിയായിരുന്നാൽ ദൈവം നമ്മളെ അതിശയങ്ങൾ കാണിക്കുവാനിടയായി തീരും. അപ്പോഴൊരു പ്രശ്നമുണ്ട്, പോകാൻ തയ്യാറായല്ലോ. അടുത്ത ചോദ്യം, ഈ തുപ്പട്ടി എന്തായിരുന്നു? അതിന് മറുപടി ഇല്ല. ഉണ്ടോ? പോണോന്ന് പറഞ്ഞ് പോകും. തുപ്പട്ടി എന്താ? ഹല്ലേലൂയ. അവിടെ സ്തോത്രം സ്തോത്രം അതിന്റെ സ്തോത്രം 10-ാം അധ്യായത്തിന്റെ അകത്ത് തൊട്ടിപ്പുറത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 41 മുതൽ വായിച്ചേ. 10:41 മുതൽ വേഗം വായിച്ചു നിർത്തും. അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും. ഏതാ വായിക്കുന്നേ? 10:41 സകല ജനത്തിനുമല്ല. 41 സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിർമ്മിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവരോട് കൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനായി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്നു ജനത്തോട് പ്രസംഗിച്ചു. സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അടുത്തത്, അവനിൽ വിശ്വസിക്കുന്ന ഏവരും അവന്റെ നാമമൂലം പാപമോചനം ലഭിക്കും എന്നു സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യമാണ് നിർണായകം. 44. കണ്ടോ? ഈ പ്രസംഗങ്ങളെല്ലാം നടന്നുകൊടുക്കുമ്പോൾ ഈ വിഷയങ്ങളെല്ലാം ആത്മാവിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിച്ചോ? പരിശുദ്ധാത്മാവ് വചനം, സത്യവചനം പറഞ്ഞപ്പോഴാണ് അവരുടെ മേൽ വന്നത്.
സത്യവചനം പറഞ്ഞപ്പോഴാണ് ജനത്തിന്റെ മീതെ വന്നത്. മനസ്സിലാകണുണ്ടോ? ചുള്ളിച്ചാടി അവിടെ ഒരു പാട്ട് വെച്ചങ്ങ് കൈയടിക്കുമ്പോഴല്ല പരിശുദ്ധാത്മാവ് വരുന്നവർ, വചനം കേൾക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വരേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ആത്മാവ് സത്യവചനം വെളിപ്പെടുത്തും. അല്ല, നമ്മൾ സത്യവചനം അവിശ്വാസികളുടെ മുമ്പിൽ സത്യവചനം ഉള്ളതുപോലെ പറഞ്ഞാൽ, വിശ്വാസത്തിന്റെ വചനം പറഞ്ഞു കഴിയുമ്പോൾ കേൾക്കുന്നവരിൽ പരിശുദ്ധാത്മാവ് വരും. അടുത്ത് വായിച്ചേ. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും. കണ്ടോ, അവിടെ അന്യഭാഷയെ കുറിച്ച് വരുമ്പോൾ അവർ ആത്മാവരെ പറയാം ആ നേരത്ത് ഒരുക്കി. ആമേൻ. അടുത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കുകയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ. ഇവിടെയാണ് തുപ്പട്ടിയുടെ ദർശനത്തിന്റെ പൂർണ്ണത. എന്താണ് കണ്ടതെന്ന് മനസ്സിലാകുന്നത് ഇപ്പോഴാ. വായിച്ചേ. പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ച് കണ്ടോ, ആ കൂടാത്ത വണ്ണം. ഇതാണ് അറുത്ത് തിന്നാൻ പറഞ്ഞപ്പോ പാടില്ല കർത്താവ് എന്ന് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അവരെ സ്നാനപ്പെടുത്തണ്ടെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ മാനസികാവസ്ഥയ്ക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി ഇവരുടെ മേലും വിശ്വസിച്ചവരുടെ മേൽ ഇറങ്ങി വന്നെങ്കിൽ ഇവർക്ക് സ്നാനം അന്യമല്ല, ഇവരെയും സ്വർഗത്തിലെ ദൈവം രക്ഷിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ള പത്രോസിന്റെ ഹൃദയത്തിലെ ആ ചിന്തയ്ക്ക് മാറ്റം വന്നത് ജാതികളിൽ പരിശുദ്ധാത്മ വന്നതുകൊണ്ടാണ്. ആമേൻ. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിലെ വേർതിരിവിനെ മാറ്റിക്കളയണം. അങ്ങനെയാണെങ്കിൽ ഈ നാളുകളിൽ അനേക ബന്ധക്കോസ്തുകാരുടെ ഹൃദയത്തിലുള്ള വേർതിരിവിന്റെ ചിന്തകൾ മാറാനാണ് ദൈവം അവരുടെ എല്ലാ ജീവിതങ്ങൾ ഇതുപോലെ കുലുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അനേകരുടെ ജീവിതത്തിൽ അവർക്കത് മനസ്സിലാകുന്നില്ല, അവർക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അനേക ജീവിതത്തിലെ തെറ്റായ ദിശകളെ അതിൽ ദൈവം മാറ്റേണ്ടതിന് കുലുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് ജാതികളുടെ മേൽ പകർന്നത് കണ്ട് വിസ്മയിച്ചു, നമ്മെ പോലെ പരിശുദ്ധാത്മാവിന്റെ നാമ ആ ദർശനം കണ്ടില്ലായിരുന്നെങ്കിൽ, പത്രോസ് ആ ദർശനം കണ്ടില്ലായിരുന്നെങ്കിൽ വിലക്കുമായിരുന്നു. അപ്പോൾ ദൈവം ഒരു ദർശനം കാണിക്കുന്നത് എന്നാണെന്നറിയാമോ? ചിലത് നമ്മളെ പഠിപ്പിക്കാനാണ് ദൈവം ദർശനങ്ങളെ തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? വലിയ അപ്പോസ്തലനാണെന്നും വലിയ മുഴുത്ത പ്രവാചകനാന്ന് പറയാനല്ല, ദൈവം നമ്മളെ എല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ അപ്പോസ്തലന്മാരാകാം, പ്രവാചകന്മാരാകാം, സ്വന്തം ആ സ്ഥാനങ്ങളിൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് ശ്രദ്ധിക്കണം. അവിടെ വായിക്കും, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ എന്ന് പറഞ്ഞു. അടുത്ത് 48 നാമത്തിൽ അവൻ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. കണ്ടോ, എത്ര വലിയ അതിശയം നടന്നത്. കണ്ടോ, ഒരു നിമിഷം പോലും ജാതികളുടെ കൂടെ ഇരിക്കാതിരുന്നവൻ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടെ വന്നപ്പോൾ അവരോടുകൂടെ ഇരിക്കുവാനും നിൽക്കുവാനും ഇടയായി. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ ഇറങ്ങി വന്ന് ദൈവാത്മാവാണ് എന്ന് മനസ്സിലായാൽ മനസ്സിലാക്കണം, നാം അവരോടുകൂടെ കൂട്ടായ്മ ആചരിച്ചേ മതിയാകത്തുള്ളൂ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇത്ര വലിയൊരു പദ്ധതിയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചില ദർശനങ്ങൾ കാണുമ്പോൾ അതിന്റെ പൂർണ്ണ രൂപം വരുന്ന ദിവസങ്ങളിലെ വെളിപ്പെടുകയുള്ളൂ, വരുന്ന മണിക്കൂറുകളിലെ വെളിപ്പെടും, വരുന്ന മാസങ്ങളിലും വർഷങ്ങളിലും ആയിരിക്കും വെളിപ്പെടുന്ന. ഉടനെ അല്ല. ആ ദർശനത്തിന്റെ പൂർണ്ണ ദൈവത്തിന്റെ ആത്മ നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടുത്തുമാറാകട്ടെ. അവിടെ ദൈവകൃപയിൽ ആശ്രയിക്കാം. കർത്താവ് വചനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കുമാറാകട്ടെ. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽ നേരം കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടല്ലോ.